بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والسابقون السابقون أولئك المقربون في جنات النعيم ثلة من الأولين وقليل من الآخرين على سرر موضونة متكئين عليها متقابلين يطوف عليهم ولدان مخلدون بأكواب وأباريق وكأس من معين لا يصدعون عنها ولا ينزفون وفاكهة مما يتخيرون ولحم طير مما يشتهون وحور عين كأمثال اللؤلؤ المكنون جزاء بما كانوا يعملون لا يسمعون فيها لغوا ولا تأثيما إلا قيلا سلاما سلاما صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال النبي صلى الله عليه وسلم كل مسكر خمر وكل مسكر حرام ومن مات وهو يشرب الخمر يدمنها لم يشربها في الآخرة صدق شفيعنا رسول الله صلى الله عليه وسلم أزكى الصلاة مع السلام المنتشر ما لاح نجم والدياجي تعتكر تطرى على خير البنين من مضر من بين رسل الله وسيط الدرر بحر العطايا المصطفى العالي القدر أهل الشفاعة خير من جاء بالزبر ركن الهدى وبل الندى وهو البدر بتمامه ولنوره استحيا القمر يا رب صل على النبي محمد منجي الخلائق من جهنم في غدي ബഹുമാനമുള്ള ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ സൂറത്തുൽ വാഖിഅയിൽ
പരലോകം ആരംഭിച്ച ഉടനെ, പുനർജീവിതം കഴിഞ്ഞ ഉടനെ അള്ളാഹു മൊത്തം മനുഷ്യരെ മൂന്നായി ഭാഗിക്കുകയും അതിലവസാനം പറഞ്ഞ വസാബിഖൂന സാബിഖൂൻ, നന്മയിൽ മുന്നിട്ട് നിന്നവർ, ആ നന്മ നിസ്കാരമാകട്ടെ, നോമ്പാകട്ടെ, ഖുർആനോത്താകട്ടെ, ഹജ്ജാകട്ടെ, സ്വതക്കയാകട്ടെ, ഉംറയാകട്ടെ, ഏതാണെങ്കിലും നന്മയിൽ മുൻപന്തിയിൽ നിന്നവർ അസ്സാബിഖൂൻ, ഖിയാമത്ത് നാളിലും എല്ലാ അനുഗ്രഹങ്ങളിലും അവർ മുന്നിലാണ്. ആ മഹത്തുക്കളുടെ അല്ലാഹു തആല അവർക്ക് നൽകുന്ന ബഹുമതികളും അതുപോലെ തന്നെ തുല്യതയില്ലാത്ത വിധമുള്ള സുഖസൗകര്യങ്ങളുമാണ് ഇന്ന് നാം ഓതിവെച്ച ആയത്തുകളിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. മുന്നോട്ട് കുതിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ ഇടം പിടിക്കാൻ വേണ്ട അധ്വാനം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാവണം. അശ്രദ്ധയിൽ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ ശ്രദ്ധയോടെ ജീവിതത്തിൻ്റെ വഴികളും പാരത്രിക ലോകത്ത് ഉപകാരപ്രദമാകുന്ന അമലുകളും സൂക്ഷ്മതയോടെ നിർവഹിക്കാനുള്ള തികഞ്ഞ ശ്രദ്ധയാണ് ആ മഹത്തുക്കളുടെ കൂട്ടത്തിൽ പെടാൻ നമുക്കെല്ലാവർക്കും ആവശ്യമായത്. സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്നിട്ട് പോലും വളരെ ശ്രേഷ്ഠരായ ആളുകളിൽ അവർ ഇടം പിടിച്ചെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും അല്ലാഹു തആല നൽകിയ നാം വളരെ കൂടുതൽ അധ്വാനിക്കേണ്ടതുണ്ട്, പരിശ്രമിക്കേണ്ടതുണ്ട്. വസാബിഖൂന സാബിഖൂൻ, ഇവിടെ നന്മയിൽ മുന്നോട്ട് നിന്നവർ, ഖുർആൻ പണ്ഡിതന്മാർ അത് വിശദീകരിച്ച് ധാരാളം വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. കൂട്ടത്തിൽ എന്തൊരു ഖൈറായ പ്രവർത്തനമുണ്ടോ ആ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നോട്ട് എത്തിയ ആളുകൾ, 5 നിസ്കാരങ്ങളിൽ മുന്നോട്ട് നിന്നവർ, അഥവാ അവ്വല് വക്തിൽ തന്നെ നിസ്കാരം നിർവഹിക്കാൻ ഭാഗ്യം ലഭിച്ചവർ. അസ്സാബിഖൂന ഇല സ്വലവാത്തിൽ ഖംസ്, ബാങ്ക് വിളിച്ചാൽ ഒരുപാട് നേരമുണ്ട് നിസ്കാരത്തിന്. സുബഹിയും മഗ്രിബും അല്ലാത്ത നിസ്കാരങ്ങൾക്ക് ധാരാളം സമയം ഉണ്ട്. ഇശായിന് വളരെ കൂടുതൽ സമയമുണ്ട്. ഇശാ നിസ്കാരം പിന്തിക്കലാ നല്ലത് എന്ന് തുടക്കത്തിൽ നിസ്കരിക്കാൻ മടിയുള്ള ആൾക്കാർ പറയും. ഇശാ നിസ്കാരമാണെങ്കിലും അവ്വല് വക്തിൽ തന്നെയാണ് നിർവഹിക്കേണ്ടത്. അപ്പൊ ആദ്യ സമയത്ത് തന്നെ അത് നിർവഹിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന ആളുകൾ, നമ്മേക്കാൾ കൂടുതൽ ആ വിഷയത്തിൽ ഒരു പടി മുന്നിലാണ് അറബികൾ. അവരെ ഞാനത് പറയാൻ കാരണം, ഈ സമുദായത്തിൽ ആകെ ഇനി ബാക്കിയുള്ള ഒരു വിഷയം കാര്യമായിട്ടുള്ളത് നിസ്കാരമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ പറ്റി പറഞ്ഞിടത്ത് അവ്വലുമാ യുർഫഉ മിൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ നിന്ന് ആദ്യം അല്ലാഹു തആല എടുത്തു മാറ്റി കളയുന്നത് അൽ അമാന, അമാനത്തിനെയാണ്. വിശ്വസ്തത, അത് എല്ലാ രംഗങ്ങളിലും വളരെ കൂടുതൽ ഇല്ലാതെയായിപ്പോയി. വആഖിറു മാ യബ്ഖാ ഫീ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൽ അവസാനം ശേഷിക്കുന്നൊരു കാര്യം ഉണ്ടെങ്കിൽ അസ്വലാത്തു, അത് നിസ്കാരമാണ്. ആ നിസ്കാരം തന്നെ വാങ്ക് കൊടുത്ത ഉടനെ അവ്വല് വക്ത് നഷ്ടപ്പെടാതെ നിസ്കരിക്കാനുള്ള വലിയ തത്രപ്പാട് നടത്തുന്നവരാണ് അറബികൾ. പ്രായം ചെന്ന 90 കഴിഞ്ഞ അറബികളും വാങ്ക് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നിസ്കരിച്ചോളണം എന്നുള്ള ആ ഒരു നിയ്യത്തിലാണ്. സമയമുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ അതിൽ ശ്രദ്ധിക്കണം. സഹോദരിമാരോട് പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ,
സമയം സൗകര്യങ്ങളൊക്കെ ഇപ്പൊ എമ്പാടുണ്ട്. നമ്മുടെ മുൻകാലത്തുള്ള ഉമ്മമാര്, സഹോദരിമാര്, അവർക്ക് വീട്ടുവേല നിർവഹിക്കാൻ തന്നെ ധാരാളം സമയം വേണ്ടിയിരുന്നു. അതുകൊണ്ട് അവർക്ക് വലിയ കൂലിയും ആ വകുപ്പിൽ കിട്ടും. ഉദാഹരണമായി, വെള്ളം ശേഖരിക്കണമെങ്കിൽ എത്ര സമയം വേണ്ടിയിരുന്നു? വെള്ളം മുക്കിയെടുത്ത കാരണം 2 കൈവിരലുകളിലും അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ അള്ളാഹുവിന്റെ മുന്നിൽ വലിയ ഒരു സാക്ഷിയാണ്. 8, 9 അല്ലെങ്കിൽ 7 അംഗങ്ങൾക്ക് വേണ്ടി 2ഉം 3ഉം വലിയ വലിയ പാത്രങ്ങളിൽ വെള്ളം നിറച്ചു വെക്കാൻ, ആഴത്തിലുള്ള വെള്ളം കോരിയെടുക്കാൻ മണിക്കൂർ കണക്കിന് അവർ ചെലവഴിച്ചിട്ടുണ്ട്. അത് തന്നെ ചിലപ്പോൾ ആ വെള്ളം മുഴുവനും 10 മണിയാകുമ്പോഴേക്ക് കാലിയാകും, പിന്നെയും കോരി വെക്കും. ഇന്ന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒന്ന് ബട്ടണമർത്തിയാൽ മതി. മുൻകാലത്തുള്ള ആളുകൾ, ഇപ്പോഴുള്ള ആളുകൾക്ക് അത് പറഞ്ഞാൽ അറിയോന്നറിയില്ല, ഓടക്കുഴൽ എന്ന് പറയും. അടുപ്പിൽ ഊതാനുള്ള കുഴൽ, അതെടുത്ത് എത്ര ഊതിയിരുന്നു. ഇന്ന് അതിനെല്ലാം സൗകര്യങ്ങളാണ്, സംവിധാനങ്ങളാണ്, പുകയില്ലാത്ത അടുപ്പുകളാണ് ധാരാളം. അള്ളാഹു നമുക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ കുറെ ആളുകൾക്ക് അരക്കാൻ വേണ്ടി ഒന്ന് കുനിഞ്ഞിട്ട്, ചിലപ്പോഴൊക്കെ ഊരവേദന വന്നാൽ ഒന്നിങ്ങനെ ആശ്വാസത്തിന് വേണ്ടി നിന്നിട്ട് വീണ്ടും അരക്കുകയാണ്. ഇന്ന് കുനിയും വേണ്ട, ഒന്നും വേണ്ട, അതിനും ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ മതി. അങ്ങനെ ആകുമ്പോൾ സമയങ്ങൾ സഹോദരിമാർക്ക് ധാരാളം ഉണ്ട്. അതിന് പുറമെ വേറൊന്നുകൂടി പറയണം, അലക്ക് മെഷീനും കുളിക്കാള മെഷീനും വേറെയും പറയണം. ഇതൊക്കെ ഉണ്ടായിട്ടും അവല് വക്ത് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അശ്രദ്ധ അവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. ഉദ്ദേശിച്ചാൽ കിട്ടും. ശരിക്കും ഒരു സഹോദരി കൃത്യമായിട്ട് അങ്ങനെ ചെയ്യണം, അതിനിടക്കൊക്കെ തീർക്കണം എന്ന് വിചാരിച്ചാൽ കഴിയുമെന്ന് ഞാൻ പറയാൻ കാരണം എന്താ? ധൃതിപ്പെട്ട ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാനുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ഇതൊക്കെ കഴിയുന്നുണ്ട്. ഉച്ചക്ക് കൃത്യം 2 മണിക്ക് നമുക്ക് ഇവിടുന്ന് പോകണം, എന്നാലേ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിടെ എത്തുമെന്ന് പറയുമ്പോൾ 12 മണിക്ക് തന്നെ എല്ലാ പണിയും കഴിഞ്ഞു. എല്ലാം വൃത്തിയാക്കി റെഡിയാക്കി വെച്ചു. ഇനി ഭക്ഷണം കഴിക്കുക, ഉടനെ യാത്ര പുറപ്പെടുക, അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാ ദിവസവും പ്രിയപ്പെട്ട സഹോദരിമാരെ, അവല് വക്തിൽ നിസ്കരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ആർജിച്ചെടുക്കണം. പോരാ, ഞാൻ ഒന്നുകൂടി ഉമ്മമാരോട് പറയട്ടെ, പുരുഷന്മാർക്ക് മാത്രം അല്ല ജമാഅത്ത് സ്ത്രീകൾക്കും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ സൗകര്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പള്ളിയിലേക്ക് പോകണം എന്ന് നിഷ്കർഷിച്ചിട്ടില്ല, നിബന്ധന വെച്ചിട്ടില്ല. പുരുഷന്മാരെങ്ങനെയല്ല, പള്ളി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരാ പള്ളി ഖറാബായാൽ മുഴുവൻ ആളുകളും ഉത്തരവാദിയാകും. ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ജമാഅത്ത് നടന്നില്ല, ഉപ്പാപ്പമാരുടെ കാലത്ത് നടന്നിരുന്നത് ശൂന്യമായി കിടക്കുകയാണെങ്കിൽ ആ പള്ളിയിൽ വരേണ്ട ഒരു പരിസരവാസികൾ ഉണ്ട്, നിശ്ചിത മെമ്പർമാര്. അവരാരും തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അത് ചെറിയ ശ്രാമ്യയാകട്ടെ, നിസ്കാരപ്പള്ളിയാകട്ടെ, വരേണ്ട ആളുകൾ മുഴുവനും ഉത്തരവാദികളാണ്. അവിടെ മൈക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ജമാഅത്ത് നടന്നോളണം. പഴയ കാലത്ത് ജമാഅത്ത് സ്ഥിരമായി നടന്നിരുന്നു, എന്നാൽ ഇപ്പോഴും അത് നിലനിർത്തി കൊണ്ടുപോകണം. അത് പുരുഷന്മാർക്ക് ബാധ്യതയാണ്, സ്ത്രീകൾക്കല്ല. എങ്കിലും നമ്മുടെ നന്മയിൽ മുന്നോട്ട് വരണ്ടേ? ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് ആൺകുട്ടിയും പെൺകുട്ടിയും ആരും ഇല്ല, ഒരൊറ്റ കുട്ടിയും മഹദിക്ക് ഇല്ലല്ലോ. എന്നിട്ടും മഹദി അതാ മുഴുവൻ നിസ്കാരവും ജമാഅത്തായി നിർവഹിക്കുന്നു. അവരിലേക്ക് വന്നെത്താത്ത കുറെ മുഅ്മിനീങ്ങൾ ദുന്യാവിലുണ്ടല്ലോ. ആ മുഅ്മിനീങ്ങളോട് ശുഹദാക്കൾ ഒരു സുവിശേഷ വാർത്ത, അല്ലാ ഖൗഫുൻ അലൈഹിം, പേടിക്കേണ്ടതില്ല, വലാഹും യഹ്സനൂൻ, ദുഃഖിക്കുന്നവരും അല്ല. പിറകെ വരാനിരിക്കുന്ന ആളുകളോട് അവർ സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല ഉപ്പയോട് സംസാരിച്ചു എന്ന് പറഞ്ഞപ്പോ ജാബിർ റളിയല്ലാഹുവിന്റെ മനസ്സിൽ തളം കെട്ടി നിന്നിരുന്ന മുഴുവൻ ദുഃഖങ്ങളും നീങ്ങി. അല്ലാഹു തആലാന്റെ സംസാരവും അല്ലാഹു തആലാന്റെ ഖുർബും അത്രമാത്രം ആനന്ദമുള്ള ഒന്നില്ല ആഖിറത്തിൽ. ആഖിറത്തിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും വലിയ ആനന്ദം
റബ്ബിനോട് സംസാരിക്കലും റബ്ബിന്റെ സവിധത്തിൽ ഒരുമിച്ച് കൂടലുമാണ്. അള്ളാഹു ഭാഗ്യം തരട്ടെ. മുഖറബീങ്ങൾക്ക് അള്ളാഹു തആല കൊടുക്കുന്ന, സാബിഖീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ വിശേഷത ഉലൈകൽ മുഖറബൂൻ, അവർ അള്ളാഹുവിന്റെ സാമീപ്യം കൊണ്ട് സുഖിക്കുന്നവരാണ്. ഫീ ജന്നാത്തിൻ നഈം, സ്ഥിരമായി നിൽക്കുന്ന അനുഗ്രഹത്തിന്റെ ഉദ്യാനങ്ങളിലാണ്, നീങ്ങിപ്പോകൂല. ഫീ ജന്നാത്തിൻ നഈം, അള്ളാഹുവിന്റെ സമീപസ്ഥരായ നന്മയുടെ വിഷയത്തിൽ മുന്നോട്ട് കുതിച്ച മഹാന്മാർ അവരവിടെ താമസിക്കുന്നത് ഫീ ജന്നാത്തിൻ നഈം. നിങ്ങൾ നോക്കി, സ്വർഗത്തിന്റെ ഒരു നാമമായിട്ട് നഈം എന്ന് ചേർത്തി പറഞ്ഞതാണെന്ന് മഹാന്മാര് പറഞ്ഞു. സ്വർഗം മൊത്തം അനുഗ്രഹം തന്നെയല്ലേ? സ്വർഗത്തിൽ ഒരുപാട് ഭവനങ്ങളുണ്ട്. ചില ഭവനങ്ങൾക്കൊക്കെ പേരുണ്ട്. ദാറുൽ ളിയാഫ എന്ന് പേരുള്ള ഒരു ഭവനം ഉണ്ട്, ദാറുദ്ദഅവത്ത് എന്ന് പേരുള്ള ഒരു ഭവനമുണ്ട്, ദാറുൽ അദിൽ എന്ന് പേരുള്ള ഭവനമുണ്ട്. ഇതുപോലെ മറ്റൊന്നാണ് ജന്നത്തുൻ നഈം. അനുഗ്രഹങ്ങൾ അവിടെ ഇങ്ങനെ വർഷിച്ചു കൊണ്ടിരിക്കുന്ന തോട്ടങ്ങൾ. അത് ഒരു സാധാ തോട്ടമല്ല. ദുനിയാവിലുള്ള ഒരു സ്വർഗം, ദുനിയാവിലുള്ള ഒരു തോട്ടം. ആ തോട്ടത്തിൽ ഒരു പക്ഷേ ആളുകൾ കയറുന്നത് ചിലപ്പോഴൊക്കെ ആസ്വദിക്കാനായിരിക്കും, വെള്ളം കുടിച്ചിട്ട് കാറ്റുകൊള്ളാൻ, അങ്ങനെ ഉണ്ടാവും. അങ്ങനെ കുറെ തോട്ടങ്ങളിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ഇരിക്കാറുണ്ട്. നല്ല ശുദ്ധ വെള്ളം ഉണ്ടാകും അവിടെ, വെള്ളം കുടിച്ച് അല്പം വിശ്രമിക്കാൻ. അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ തോട്ടത്തിന് കിട്ടിയ വലിയൊരു ഭാഗ്യതാണ്. ബൈറുഹാ എന്ന തോട്ടം, മദീന പള്ളിയുടെ നേരെ മുന്നിലുള്ള തോട്ടത്തിൽ ഇടക്കിടക്ക് തങ്ങൾ കയറും. അവിടെ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ വെള്ളത്തിൽ കുടിച്ച് അല്പം കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടിയിരിക്കും. ചുറ്റും സ്വഹാബിമാരുണ്ടാകും, അവരും വന്നിരിക്കും. അപ്പൊ തങ്ങൾ അങ്ങനെ കയറി വിശ്രമിക്കുന്ന തോട്ടം എന്ന അർത്ഥത്തിൽ ആ തോട്ടത്തിന് വലിയ ബഹുമതിയുണ്ട്. അപ്പൊ ദുനിയാവിൽ ചിലപ്പോഴൊക്കെ തോട്ടത്തിലേക്ക് കയറുന്നത് എന്തിനായിരിക്കും? അതിലെ പഴങ്ങൾ എടുത്ത് വിറ്റ് കൊണ്ട് ജീവിക്കാനായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാനായിരിക്കും, പച്ചക്കറി ഉണ്ടാക്കാനായിരിക്കും. എന്നാൽ ആഖിറത്തിലെ തോട്ടം അത് എപ്പോഴും സുഖിക്കാനാണ്. അതുകൊണ്ടാണ് തോട്ടത്തിലേക്ക് അല്ലാഹു ചേർത്തി പറഞ്ഞത് നഈം. ഫീ ജന്നാത്തിൻ നഈം, തൊഴിലെടുക്കാൻ പോകുന്ന തോട്ടം അല്ല, താൽക്കാലിക വിശ്രമത്തിനുള്ള തോട്ടം അല്ല, സദാ സുഖത്തിന് മാത്രമുള്ള തോട്ടമാണ്. ആ തോട്ടത്തിൽ എന്നും സുഖമാണ്, ആ തോട്ടത്തിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പൊ അള്ളാഹുവിന്റെ സാമീപ്യം ഉണ്ട്. റബ്ബിനെ കാണാനും അള്ളാഹുവിനോട് സംവദിക്കാനുമുള്ള ഭാഗ്യം ഉണ്ട്. ഇവരാരാന്നറിയുമോ? സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. സ്വഹാബത്തിന് ഏറ്റവും കൂടുതൽ പ്രയാസം വന്ന രണ്ട് ആയത്തുകളാണത്. അവരെ ആശങ്ക അറിയിച്ചു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. എന്താണ് ആ ആയത്തിന്റെ അർത്ഥം? സുല്ലത്തുൻ, ഒരു വലിയ കൂട്ടം. ഈ സാബിഖീങ്ങൾ, നന്മയിൽ മുന്നോട്ട് കുതിച്ച ആൾക്കാർ, സുല്ലത്തുൻ ഒരു വലിയ കൂട്ടം ഉണ്ട്. മിനൽ അവ്വലീൻ, പൂർവീകരിൽ വലിയൊരു കൂട്ടമുണ്ട്. വ ഖലീലും മിനൽ ആഖിരീൻ, അവസാന കാലത്ത് വന്ന സമുദായത്തിൽ നിന്ന് കുറഞ്ഞ ആളുകളെ ഉള്ളൂ. അപ്പൊ സ്വഹാബത്ത് പറഞ്ഞു, അത് ചോദിച്ചു നേർക്ക് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു, നബിയെ, ഞങ്ങളെ കൂട്ടത്തിൽ ആ സാബിഖീങ്ങളായി പറയുന്ന ആൾക്കാർ കുറച്ചേ ഉള്ളൂ, വല്ലാത്ത സങ്കടമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അവലീന ആഖിരീന, ആദ്യകാലക്കാര് അവസാന കാലക്കാര് എന്ന് പറഞ്ഞത് രണ്ടും ഈ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ്. അപ്പൊ ചെറിയൊരു ആശ്വാസമായി. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ തുടക്കകാലക്കാർ അവരാരാ? ഏറ്റവും ഉത്തമ നൂറ്റാണ്ടുകാരായ ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, 3 നൂറ്റാണ്ടിൽ ജീവിച്ച മഹാന്മാർ. അവരാണ് അവലീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വിവക്ഷയാണ്, മറ്റു പലതുണ്ട്. സുല്ലത്തും മിനൽ അവലീൻ, ആ ആദ്യകാലക്കാരിൽ ഈ സാബിഖീങ്ങൾ വളരെ കൂടുതലുണ്ട്. സുല്ലത്തിനൊരു വലിയ സമുദായമുണ്ട്. ശരിയാ, അങ്ങനെ ആയത്തിന് അർത്ഥം വെച്ചാൽ നമുക്ക് തോന്നുന്നുണ്ടല്ലോ അത്. കാരണം ആ 3 നൂറ്റാണ്ടിനിടയിൽ കഴിഞ്ഞുപോയവരാണ് 4 ഇമാമിങ്ങളും. 3 നൂറ്റാണ്ടിന് ശേഷം 4 ഇമാമുകളിൽ ആരും ഹയാത്തിലില്ല. നമ്മുടെ ഇമാമായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല അൻഹു ഹിജ്റ 150 ജനിച്ചു, 204 വഫാത്തായി. 3 നൂറ്റാണ്ടിന്റെ അടുക്ക് 4 ഇമാമിങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്.
അപ്പൊ ഈ ഉത്തമ വിഭാഗത്തിൽ, ഈ സമുദായത്തിലെ ഉത്തമ വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആ 3 നൂറ്റാണ്ടിനിടയിൽ വളരെ പ്രഗത്ഭരായ ഒരുപാട് മഹാന്മാർ വന്നിട്ടുണ്ട്. കുറച്ചൊന്നുമല്ല, ധാരാളമുണ്ട്. ആ മഹത്തുക്കളുടെയൊക്കെ വലിയ അനുഗ്രഹം, വലിയ ഭാഗ്യം, ചെറുതൊന്നുമല്ല, വലിയ വലിയ ഭാഗ്യം, വലിയ അനുഗ്രഹം കിട്ടിയ മഹാന്മാരുണ്ട് ജീവിച്ചവരിൽ. ആ 3 നൂറ്റാണ്ടിൽ ഉള്ളവരെ കണ്ട് ഇൽമു സ്വീകരിച്ചവരും അതിനോടടുത്ത് തന്നെയല്ലേ. നിങ്ങൾ നോക്ക്, ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ആരുടെ ശിഷ്യനാണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനല്ലേ ഇമാം ബുഖാരി തങ്ങൾ. 3-ാമത്തെ നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ വഫാത്താകുന്നത്. 3 നൂറ്റാണ്ടിൽ ജീവിച്ചവർ, അവരിൽ ഒരു വലിയ വിഭാഗം ഉണ്ട്. വഖലീലും മിനൽ ആഖിരീൻ, അതിനുശേഷം വന്ന ആളുകളിൽ ഈ പറയുന്ന സാബിഖീങ്ങൾ, ഉന്നത പദവി ലഭിക്കുന്നവർ, ഖലീലുൻ, വളരെ കുറച്ചാണ്. കുറച്ചാന്ന് പറഞ്ഞിട്ട് പിന്നെയും ഒന്ന് കുറച്ചു, മിനൽ ആഖിരി എന്ന് പറഞ്ഞു. അപ്പൊ നല്ലോണം കുറഞ്ഞു. ഖലീൽ എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ചെന്നാണ്. പിന്നെ അതിന്റെ ഇപ്പുറത്ത് മിന്നിട്ട് പറഞ്ഞപ്പോ നല്ലോണം കുറഞ്ഞു. അപ്പൊ വളരെ കുറച്ചെന്നായി. ഖലീലും മിനൽ ആഖിരീൻ, 2 വിഭാഗവും ഈ ഉമ്മത്തിൽപ്പെട്ടവരാണ് എന്ന താല്പര്യമുണ്ട്. കാരണം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഉദ്ധരിച്ച ഒരു ഹദീസിൽ, അസ്സുല്ലത്താനി ജമീഅൻ മിൻ ഉമ്മത്തി, 2 സുല്ലത്തും എന്റെ ഉമ്മത്തിൽ നിന്ന് തന്നെയാണ്. അവലീൻ എന്ന് പറഞ്ഞതും ആഖിരീൻ എന്ന് പറഞ്ഞതും. മറ്റൊരു വിവക്ഷ പ്രകാരം അവലീൻ എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള ആളുകളാണ് അവലീൻ എന്ന് പറഞ്ഞത്, ആദ്യകാലക്കാർ. അപ്പൊ അവരിൽ സാബിഖീകളായിട്ട് ധാരാളമുണ്ട്. ഒരു തഫ്സീർ അങ്ങനെയാ. ആഖിരീൻ എന്ന് പറഞ്ഞത് അവസാനം വന്ന ഉമ്മത്തേതാ? ഉമ്മത്തു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ മുൻകാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറവാണ്, മധ്യമ വിഭാഗമാണ് കൂടുതൽ. ഈ ആയത്തിറങ്ങിയപ്പോ സ്വഹാബത്തിന് വലിയ പ്രയാസായി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെട്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ വിഷയത്തിൽ ഇനിയും അല്ലാഹു തആല ആയത്തിറക്കിയിട്ടുണ്ട്, പേടിക്കണ്ട. രണ്ടാമത് പറയുന്ന മധ്യമ വിഭാഗം ഉണ്ടല്ലോ, അസ്ഹാബുൽ യമീൻ, അവിടെ അല്ലാഹു പറഞ്ഞത് സുല്ലത്തും മിനൽ അവ്വലീന വസുല്ലത്തും മിനൽ ആഖിരീൻ. സുല്ലത്തും മിനൽ അവ്വലീൻ, വലതുപക്ഷക്കാര്, വലത്തെ കൈയിൽ കിതാബ് കിട്ടി സ്വർഗത്തിൽ പോകുന്നവർ ആദ്യകാലക്കാരിലും വളരെ കൂടുതലുണ്ട്, അവസാനം വരുന്നവരിലും വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് സ്വഹാബ നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് ചോദ്യം ചെയ്തു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 2 ആയത്തും ഓതി അവർക്ക് പരിഹാരം കൊടുത്തു. അപ്പൊ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ 2 വീക്ഷണവും അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ അടുക്കൽ മഹാനവറുകൾ കുറച്ചു നേരം സ്തംഭിച്ചുപോയി. ഏതായത്ത്? സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. പൂർവീകരിൽ വളരെ കൂടുതലുണ്ട്, പിൽക്കാലക്കാരിൽ വളരെ കുറച്ചേ ഉള്ളൂ സാബിഖീങ്ങൾ, ഹൈ ലെവലിൽ താമസിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ പറഞ്ഞു, അമ്മസ്സാബിഖൂന ഫഖദ് മളൗ, സാബിഖീങ്ങളൊക്കെ കഴിഞ്ഞുപോയി. വലാകിൻ അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിൽ യമീൻ. ഹസനുൽ ബസ്രി തങ്ങൾ പറയാണ്, പടച്ചോനെ, വലത്തെ കയ്യിൽ കിതാബ് കിട്ടിയിട്ട് അസ്ഹാബുൽ യമീൻ എന്ന് പറയുന്ന മധ്യമ വിഭാഗമുണ്ട്, ഹൈ ലെവലിൽ ഉള്ളവരല്ല, കുറച്ചുകൂടി താഴെയുള്ളവരാണ്. അവരിലെങ്കിലും ഞങ്ങളെ നീ പെടുത്തണേ. ഇങ്ങനെ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റിപ്പോർട്ടുണ്ട്. ഇരിക്കട്ടെ, ഈ ഉമ്മത്തിലും ഉണ്ടല്ലോ സാബിഖീങ്ങൾ ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗക്കാരിൽ നമ്മളെ ചേർത്തി തെരുമാറാകട്ടെ. മഹാന്മാരായ പണ്ഡിതന്മാർ നേരത്തെ വന്നവർക്ക് വലിയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ. അവർക്ക് എന്തൊക്കെയാണ് അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ? നമ്മുടെ നാട്ടിൽ 2 വിഭാഗം ആളുകളെ കാണാം. നഗരത്തോട് ചേർന്ന് വലിയ സൗകര്യങ്ങളിലും സംവിധാനങ്ങളിലും താമസിക്കുന്ന ആളുകളെ കാണാം. ഉൾപ്രദേശങ്ങളിൽ
ആവശ്യത്തിന് മാത്രം മതിയാകുന്ന സൗകര്യങ്ങൾ ജീവിക്കുന്നവരെയും കാണാം. നമ്മൾ ഇവിടെ മുഖറബീങ്ങൾക്കുള്ള സാബിക്കീങ്ങൾക്കുള്ള സുഖങ്ങളാണ്, സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങളാണ് എണ്ണാൻ പോകുന്നത്. അതൊക്കെ ഹൈ ലെവലിൽ ഉള്ള അനുഗ്രഹങ്ങളാണ്. അവരുടെ ഇരിപ്പിടം, അവർക്ക് അള്ളാഹു കൊടുക്കുന്ന സ്റ്റേജ്, അള്ളാഹുത്തല കൊടുക്കുന്ന ഭക്ഷണം, അള്ളാഹുത്തല അവർക്ക് കൊടുക്കുന്ന വെള്ളം, എല്ലാം ഏറ്റവും അർത്ഥത്തിൽ മുന്തിയ ലെവലിലുള്ളതാണ്. അതാണ് ഇനി പറയുന്നത്, അലാ സുറുറിൻ മൗലൂന, അലാ സുറുറിൻ മൗലൂന. ഈ മുഖറബീങ്ങൾ സാബിഖീങ്ങൾ ഇരിക്കുന്ന കട്ടിൽ ഏതാണെന്നറിയോ? കട്ടിലുകളുടെ മേലാണ് അവരുടെ ഇരുത്തം. മൗലൂനത്തിൻ, സ്വർണത്തിന്റെ നൂലുകൊണ്ട് ഇഴകൾ ചേർത്ത് ചേർത്ത് അടുപ്പിച്ചുണ്ടാക്കിയ ഒരു ഇഴ മറ്റൊരു ഇഴയോട് ചേർന്ന് 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 അടുക്കടുക്കാക്കി ഉണ്ടാക്കിയ, ഇരുന്നാൽ ഒരു ക്ഷീണവും വരാത്ത സ്വർണത്തിന്റെ നൂലുകൊണ്ട് ശരിയായ രൂപത്തിൽ ഉണ്ടാക്കിയ കട്ടിലുകളുണ്ടല്ലോ, നല്ല കട്ടിലുകൾ. ആ കട്ടിലുകൾ കുറച്ച കാലുകളുണ്ട്. അതിന്റെ മേലെ ഇവര് ഇരിക്കും. പട്ടുവസ്ത്രങ്ങൾ വിരിച്ചിട്ടുണ്ട്. ആ കട്ടിലുകളെ അല്ലാഹു തആല നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിന്റെ നൂലുകൊണ്ട്. നല്ല കാണാൻ നല്ല ചന്തമുണ്ട്. ഇരുന്നാൽ ഒരു നിലക്കും ക്ഷീണം വരാത്ത രൂപത്തിലുള്ള കട്ടിലുകളാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്, ഇരിക്കാനും നല്ല സന്തോഷമുണ്ട്. മുത്തഖീന അലൈഹാ, ആ കട്ടിലുകളുടെ മേൽ ഇവരിങ്ങനെ ചാരിയിരിക്കും. ഇവർക്ക് എങ്ങാനും ഏതെങ്കിലും ഭാഗത്തേക്ക് പോകണമെന്നൊരു ഉദ്ദേശം വന്നാൽ, മനസ്സിൽ ഉദ്ദേശിച്ചാൽ മതി, കട്ടിലോടുകൂടെ തന്നെ അതാ പോകുന്നു. ആരോടും പറയേണ്ടതില്ല, ആരെയും വിളിക്കേണ്ടതില്ല, ആരുടെയും ശിപാർശ വേണ്ടതില്ല. മുത്തഖീന അലൈഹാ മുതഖാബിലീൻ, നല്ല ചാരി ഇരുന്ന് സന്തോഷത്തോടെ ഇരിക്കുകയാണ്. ഇവിടെ അങ്ങനത്തെ കട്ടിലോ അങ്ങനത്തെ കസേരയോ ആ മഹാന്മാര് കണ്ടിട്ടില്ല. ചിലതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും വേണ്ടാന്നും വെച്ചിട്ടുണ്ട്. ആഖിറത്തിൽ ഈ കട്ടിലിന്റെ മേലിരിക്കാൻ വേണ്ടി, സ്വർണ്ണ നൂല് കൊണ്ട് അള്ളാഹു സജ്ജീകരിച്ച ഹൈക്കട്ടിലിന്റെ മേലിരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ മനസ്സിൽ ദുനിയാവിലുള്ള അതിർപ്പങ്ങളെ മുഴുവനും ചെറുതാക്കിയിട്ട് അവരതെല്ലാം ത്യജിച്ചു. എന്നിട്ട് ആഖിറത്തിലെ കട്ടിലിന് മേലിരിക്കാൻ വേണ്ടി സൗകര്യങ്ങൾ അവർ കുറച്ച് ജീവിച്ചു, സൗകര്യങ്ങൾ വേറെ വഴിക്ക് ചെലവഴിച്ചു. മുതഖാബിലീൻ, മുഖാമുഖമായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കിവിടെ മുഖാമുഖമായിട്ടിരിക്കാൻ ആൾക്കാർക്ക് ഒരു വിഷമ. ചില ആൾക്കാർക്കൊക്കെ കൂടുതൽ വിഷമായി തോന്നുന്ന ട്രെയിൻ യാത്രയാണ്. കാരണം എത്ര നേരം ഈ മുഖം ഇങ്ങനെ നോക്കി കാണാം. കുറെ നേരം ഈ നോക്കിയ ആളെന്നെ പിന്നെയും നോക്കണ്ടേ, എത്ര നേരം നോക്കും? 3-4 മണിക്കൂർ ഒരേ മുഖത്തേക്ക് തന്നെ, പിന്നെയും നോക്കിയാൽ പിന്നെയും നോക്കണം അങ്ങോട്ട്. അപ്പൊ മുഖാമുഖായിട്ടുള്ള ഇരുത്തം എന്ന് ഇവിടെ പ്രത്യേകം പറയാൻ കാരണം എന്താ? ഒരാളെ പിന്നിൽ മറ്റൊരാൾ ഇരിക്കൂല. സ്വർഗത്തിലെ സൗകര്യമാണ്. എല്ലാരും ഫേസ് ടു ഫേസ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു വിഷമം ഉണ്ടാകൂലേ? ഒരു കുറുമ്പും കുശുമ്പും സ്വർഗത്തിലേക്ക് പോകുന്നവർക്കില്ലല്ലോ. മറ്റൊരു സൂറത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചു, വനസഅനാ മാ ഫീ സുദൂരിഹിം മിൻ ഗിൽ. ഇവിടെ വേറൊരാൾ ഇരുത്തം കാണുമ്പോ അങ്ങനെ ഇരുന്നിട്ട് മറ്റേ ആള് മറിച്ചയാള്, അങ്ങനെ ഒരു കുശുമ്പും കുറുമ്പും ഒരു പോരും ഒന്നും ഖൽബിലില്ല. അതൊക്കെ എടുത്തു മാറ്റി ഇഖ്വാനൻ, ആ ആയത്തിൽ അങ്ങനെ പറഞ്ഞു, ഇഖ്വാനൻ, ഒരു ഉപ്പക്ക് പിറന്ന സഹോദരങ്ങളെ പോലെ. അലാ സുറുറിൻ മുതഖാബിലീൻ, അവിടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോ സന്തോഷാണ്. ഇവിടെ ഒരു പക്ഷേ അത് ഒരു വെറുപ്പായി തോന്നുന്നു. എന്നിട്ട് തല തിരിച്ച് ആൾക്കാർ ഉറങ്ങും. കാരണം 1 മണിക്കൂർ ഈ മുഖത്ത് തന്നെ നോക്കി 4 മണിക്കൂർ ഇനി ഈ ബസ്സിൽ ട്രെയിനിൽ ഇരിക്കണത് ആവൂല, കുറച്ചേരം ഉറങ്ങാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ഷുഗറിൽ ഇങ്ങനെ ഏർപ്പെടുക. കാരണം എത്ര വെച്ചിട്ട് അത് നോക്കുന്നത്. അതേ സമയത്ത് അവിടെ മുഖത്തോട് മുഖം നോക്കുന്നതിന് വിഷമം ഇല്ല, മാനസികമായൊരു പ്രയാസവും ഇല്ല. സ്വർഗത്തിന്റെ സൗകര്യങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. രണ്ട് വിഷയം അതിലുണ്ട്. ഒന്ന്, ഒരാളും മറ്റൊരാൾക്ക് പിറകിൽ ഇരിക്കൂല. ഞാൻ പിറകിലായി പോയല്ലോ എന്നുള്ള അതില്ല, എല്ലാരും ഒരേ ലെവലിൽ തന്നെ. അപ്പൊ അത്ര സൗകര്യം ഉണ്ടാവുക, അത്രയും സൗകര്യം ഉണ്ട്. ആ ഉദ്യാനത്തിന്റെ സൗകര്യം എത്ര വലുതാണ്. ഈ സാബിഖീങ്ങളൊക്കെ ഇരിക്കുമ്പോ ഒരാളെ പിന്നിൽ ഒരാളില്ല. എല്ലാവർക്കും കിട്ടിയ സ്ഥാനമാനങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയത് വലുതാണ് എന്ന ഒരു ധാരണ മാത്രമേ അവർക്കുള്ളൂ. അസ്ഹാബുൽ യമീൻ അങ്ങനെയല്ല, അവർക്ക് അളവനുസരിച്ച് മാറ്റുണ്ട്.
ഈ മുഖറബീങ്ങൾ സാബിഖീങ്ങൾ ഓരോരുത്തർക്കും കിട്ടുന്നത് ഏറ്റവും വലിയ സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരാളെ പിന്നിൽ ഒരാൾ ഇരിക്കേണ്ടി വരൂല. മറ്റൊന്ന് മുതഖാബിലീൻ എന്ന് പറയുമ്പോ അന്ന അഹദം മിനസ് സാബിഖീന ലാ യറാ ഗൈറഹു ഫൗഖഹു, സാബിഖീങ്ങളിൽ ഒരാൾ തന്നെക്കാളും മേലെ അള്ളാഹു ആർക്കെങ്കിലും സൗകര്യം കൊടുത്തിട്ടുണ്ട് എന്ന് തോന്നൂല. ഏറ്റവും വലിയ സൗകര്യം അള്ളാഹു തന്ന് നമുക്കാണ് എന്ന് അവർക്ക് തോന്നും. നമ്മളെക്കാൾ മറികടന്ന അപ്പുറത്തൊരു വിഭാഗം ഉണ്ടെന്നവർക്ക് തോന്നൂല. അതേ സമയത്ത് അസ്ഹാബുൽ യമീൻ അങ്ങനെയല്ല. അവരുടെ സ്റ്റേജും കഴിഞ്ഞ് അപ്പുറത്തതാ മുഖറബീങ്ങളുണ്ട്, സാബിഖീങ്ങളുണ്ട്. അതവർക്ക് നന്നായി അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സൃഷ്ടിച്ച് സംവിധാനിച്ചിരിക്കുന്നത് മറ്റുള്ളവർക്ക് പിന്നിലിരിക്കാതെ നല്ല ഹൈ ലെവലിലുള്ള ഇരുത്തം ഇരിക്കുന്നവരാണ്. ഇരുന്നാൽ മതി, അവിടെ എല്ലാ സംവിധാനവും ഉണ്ട്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ, അവരെ സമീപത്തതാ ചുറ്റിക്കറങ്ങി നടക്കും. വിൽദാനുൻ, കുട്ടികൾ, കാണാൻ നല്ല ചന്തമുള്ള ചുറുചുറുക്കുള്ള കുട്ടികൾ. മുഖല്ലദൂൻ, എന്നും കുട്ടിത്തം വിടാത്തവരാണ്. കാലകാലം അവർ കുട്ടികളാണ്. കുറച്ചു കഴിഞ്ഞിട്ട് അവർ യുവാക്കളും, പിന്നെ കുറച്ചു കഴിഞ്ഞിട്ട് വയോജനങ്ങളും വൃദ്ധജനും ഒന്നും ആകൂല. എന്നും മുഖല്ലദൂൻ, അവർ കുട്ടികളാണ്. ആരാണ് ഈ കുട്ടികൾ? സ്വർഗത്തിൽ എന്നും കുട്ടിത്തം വിടാത്ത കുട്ടികൾ ആരാണ്? പണ്ഡിതന്മാരവിടെ രണ്ട് ശൈലി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, മുഅ്മിനീങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ചെറിയ കുട്ടികളില്ലേ അവര് എന്നാണ്. പക്ഷേ ആ അഭിപ്രായം ദുർബലമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് പോകുന്ന മുഅ്മിൻ ഇവിടുന്ന് തന്നെ ആശിക്കുന്നത് എനിക്ക് 1 വയസ്സുണ്ടാകുമ്പോ 2 വയസ്സുണ്ടാകുമ്പോ അല്ലെങ്കിൽ 6 മാസത്തിലൊക്കെ പിരിഞ്ഞു പോയൊരു കുട്ടിയുണ്ട്, ആ കുട്ടി അവിടെ എത്തിയിട്ട് ഏതായാലും കാണണമെന്ന. പിന്നെ ആ കുട്ടിയെ വിട്ടുകൊടുക്കുവോ ഇങ്ങനെ കറങ്ങാൻ? ആ കുട്ടി അടുത്തന്നെ ഉണ്ടാകണം എന്നാണ് ഓരോ ബാപ്പി ഓരോ ഉമ്മ ആഗ്രഹിക്കുക. അത് വിട്ടുകൊടുക്കൂല എന്ന് മാത്രമല്ല, അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് വിശ്വാസികളുടെ മക്കളെ ബാപ്പമാരോട് അല്ലാഹു തആല ചേർക്കും. വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും അൽഹഖ്നാ ബിഹിം ദുർരിയതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ. വിശ്വാസത്തോടെ ഇവിടുന്ന് പിരിഞ്ഞുപോയ ബാപ്പമാരോട് അവരെ മക്കളെയും അല്ലാഹു തആല ചേർത്തി കൊടുക്കും. അപ്പൊ ആ കുട്ടികളാണ് ഈ പാത്രവും പിടിച്ച് നടക്കുന്നതെന്ന് പറയാൻ പിന്നെ അവിടെ വകുപ്പില്ല. രണ്ടാമത്തൊരു വകുപ്പ് പറയുന്നത്, മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നത്, ഇത് അതേ സിഗാറുൽ കുഫാരി, സത്യനിഷേധികളിൽ നിന്ന് ചെറുപ്പത്തിൽ പിരിഞ്ഞു പോകുന്ന കുട്ടികളുണ്ടല്ലോ അവരാണ്. കാരണം ഹദീസിൽ ഉണ്ട്, ഔലാദുൽ കുഫാരി ഖുദ്ദാമു അഹ്ലിൽ ജന്ന, കുട്ടിക്കാലത്ത് പിരിഞ്ഞു പോകുന്ന സത്യനിഷേധികളുടെ ചെറിയ കുട്ടികൾ അവർ സ്വർഗക്കാരുടെ സേവകരാണ്, അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. സഹോദരന്മാരെ, മുഅ്മിനീങ്ങൾ അവരുടെ മക്കളെ ഈ ഖിദ്മത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയില്ല എന്ന് പറയാൻ കാരണം ശാഠ്യം വെച്ചിട്ടല്ല. അവർക്ക് സുഖം പൂർണ്ണമാകണമെങ്കിൽ ആ മക്കൾ കൂടെ വന്ന് കിട്ടണം, അവരെല്ലാവരും ഒരുമിച്ച് കിട്ടണം. അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ ചെറിയ കുട്ടികളെ വിട്ടുകൊടുക്കൂല. അവര് ബാപ്പക്ക് ഉമ്മക്ക് ഒരു മുൻവിരുന്നായി, അവർക്ക് ഷഫീആയി, അവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നവരായി കാത്തു നിൽക്കുകയാണ്. ചെറിയ കുട്ടികൾ, കുട്ടിക്കാലത്ത് പിരിഞ്ഞുപോയവർ. അതേ സമയത്ത് ശഫാഅത്തും മറ്റൊന്നും മറ്റേ കുട്ടികൾക്കില്ലല്ലോ. അവര് ഖിദ്മത്തിന് വേണ്ടി, വേല ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. അവരാണ് ഈ പാത്രവും പിടിച്ചു വരുന്നത്. ആ കുട്ടികൾ ഇങ്ങനെ റോന്തു ചുറ്റും. ബിഅക്വാബിൻ വഅബാരീഖ വകഅസിം മിൻ മഈൻ. ബിഅക്വാബിൻ, അതേ സ്വർണം, രത്നം, അതുപോലെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള മുത്തുകളെ കൊണ്ട് നിർമ്മിതമായ കോപ്പകൾ. കോപ്പകൾ എന്ന് പറഞ്ഞാൽ പിടുത്തമില്ലാത്തതിനാണ് ശരിക്ക് അക്വാബ്, കൗബ് എന്ന് പറയുക. വിശാലമായി അതിനൊരു പിടിക്കാറോ അല്ലെങ്കിൽ ഒരു വാലും ഇല്ല. വാലും പിടുത്തവും ഇല്ലാത്തത്, വാലും പിടുത്തവും ഉള്ളതാണ് ഈ ബിരീഖ് എന്ന് പറയുന്നത്. അതിന് പിടിയുണ്ട്, ഒരു വാലും ഉണ്ടാവും. അക്വാബ് എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നല്ല കാണാൻ നല്ല ചുറുക്കുള്ള, ഇങ്ങനെ പിടിച്ച് നടക്കാനും ഇങ്ങനെ കയ്യിൽ കൊണ്ടുകൊടുക്കാനൊക്കെ പറ്റും. അതിന് ഒരു പിടിവള്ളി ഉണ്ടാകൂല, ഒരു വാലും ഉണ്ടാകൂല. അതാണ് അക്വാബ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തതില് നിറച്ച് പാനീയങ്ങൾ, ഇഷ്ടമുള്ള സ്വാദിഷ്ടമായ പാനീയങ്ങൾ,
അപ്പുറത്ത് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഇബിരീഖുണ്ട്, അതിന് പിടിയുണ്ട് വാലുണ്ട്, അതുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. വിശാലമായ അതിന്റെ തലഭാഗം വിശാലമായ ഇബിരീഖുകൾ. അതേ കോപ്പകളുണ്ട്. മഈനിനാലുള്ള കോപ്പ. എന്താണ് മഈന് കൊണ്ട് ഉദ്ദേശം? സ്വർഗത്തിലെ ഖംറാണ്. സ്വർഗത്തിലെ ഏറ്റവും നല്ല സ്വാദുള്ള ഖംറ്. കള്ള് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പറയുകയാണ്. കള്ള് എന്ന് പറയുമ്പോഴേക്ക് ഇവിടെയുള്ളതിലേക്ക് അർത്ഥം വെക്കരുത്. അർത്ഥം വെക്കരുത് എന്ന് തൊട്ടടുത്ത ആയത്തിൽ നിന്ന് പ്രത്യേകം അള്ളാഹു പറയുന്നുണ്ട്. ലാ യുസദ്ദഊന അൻഹാ. ആ ഖംറിൽ നിന്ന് കുടിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും തലകറക്കം വരികയില്ല. വലാ യുൻസിഫൂൻ. അവർക്ക് മസ്ത് ബാധിക്കൂല, ലഹരി ബാധിക്കൂല, തലവേദനയും തലകറക്കും വരൂല. നല്ല സ്വാദിഷ്ടമായ ഖംറ്, അത് ഒരു കോപ്പയിൽ നിറയെ അതുമായിട്ട് ഇങ്ങനെ. അപ്പോ ഈ പാത്രങ്ങളുമായിട്ട് ഈ കോപ്പകളുമായിട്ടൊക്കെ ഈ കുട്ടികൾ ഇങ്ങനെ നടക്കുകയാണ് എല്ലാ ഭാഗത്തുകൂടി. വേണ്ടവർക്കൊക്കെ അതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാൻ, അതിൽ നിന്ന് എടുത്തു കൊടുക്കാൻ, ആവശ്യമുള്ള ആളുകൾക്കൊക്കെ കൊടുക്കും. അവിടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അല്ലാഹു തആല ഇവിടെ സ്വർഗത്തിലെ ഖംറിനെ പറ്റി പറഞ്ഞപ്പോ തലവേദന ബാധിക്കാത്ത ഖംറാണ്, ലഹരി ബാധിക്കാത്തതാന്ന് പറഞ്ഞല്ലോ. ദുനിയാവിലെ കള്ളിന് 4 സ്വഭാവമുണ്ട്. ദുനിയാവിൽ കള്ള് മോന്തിയാൽ അത് അസ്സുക്കറു മസ്തുണ്ടാകും, അതുപോലെ തന്നെ വസ്സുദാഉ തലവേദനയും തലകറക്കവും, വൽഖൈഉ ഛർദിയും, വൽബൗലു മൂത്രവും, ധാരാളം മൂത്രിക്കാനുണ്ടാകും, അതുപോലെ തന്നെ ഒരുപാട് ഛർദിക്കാനുണ്ടാകും, തലവേദനയും ലഹരിയൊക്കെ ഉണ്ടാകും. സ്വർഗത്തിലെ ഖംറിൽ ഇതൊന്നും ഇല്ല. കാരണം അത് ആനന്ദത്തിനാണ്. ബുദ്ധിക്കൊരു കുറവും സംഭവിക്കൂല, ലഹരി ബാധിക്കുകയില്ല. അതിന് സഹോദരന്മാരെ, ദുനിയാവിലെ ഖംറിന്റെ പോരായ്മകളൊന്നും ഇല്ലാത്ത, കുടിക്കുന്നവർക്ക് ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദമുള്ള ഖംറാണ് അവിടെയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖംറ് മാത്രമല്ല ഒതുക്കിയിട്ടുള്ളത്, സ്വർഗത്തിൽ ഒരുപാട് നദികൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. ഫീഹാ അൻഹാറും മിൻ മാഇ ഗൈരി ആസിൻ, കേടുവരാത്ത, നിറം മാറാത്ത, രുചി മാറാത്ത, ഒരിക്കലും അതിന്റെ ടേസ്റ്റ് പോകാത്ത ക്ലിയറായ വെള്ളത്തിനാലുള്ള നദികൾ ഉണ്ട്. അതുപോലെ തന്നെ വ അൻഹാറുൻ മിൻ ഖംറിൽ ലദ്ദത്തിൽ ലിശാരിബീൻ, കുടിക്കുന്നവർക്ക് ആനന്ദം വർദ്ധിക്കുന്ന ഖംറിനാലുള്ള നദികൾ ഉണ്ട്. വ അൻഹാറും മിൻ ലബനിൽ ലം യതഗയ്യർ തഅമു, രുചിഭേദം വരാത്ത പാലിന്റെ നദികൾ ഉണ്ട്. വ അൻഹാറും മിൻ അസലിൻ മുസഫാ, തേനിന്റെ നദികളും അല്ലാഹു അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ അല്ലാഹു തആല മറ്റൊരു സൂക്തത്തിലൂടെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം കുടിക്കാൻ ഇഷ്ടം പോലെ പാനീയങ്ങൾ ഈ കുട്ടികൾ ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ഇവിടെ മസ്താക്കുന്ന രീതിയിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെയൊക്കെ പേര് ഖംറെന്നാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന് കള്ളിന്റെ മണണ്ടായിക്കോളന്നില്ല, നിറണ്ടായിക്കോളന്നില്ല. കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ മസ്താക്കുന്ന സാധനവും ഖംറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, മസ്താക്കുന്നത് ഉപയോഗിക്കുന്നത് ഹറാമാണ്. പുരുഷന്മാരും ശ്രദ്ധിക്കണം, സ്ത്രീകളും ശ്രദ്ധിക്കണം. ആവശ്യമില്ലാത്ത പണം മക്കളെ കയ്യിൽ ഡെപ്പോസിറ്റ് വെക്കാൻ കൊടുക്കരുത്. വീട്ടിലേക്ക് പണം കൊണ്ടുവരൽ ആവശ്യമില്ലാത്ത കുട്ടികളെ കയ്യിൽ ഒരു ചെറിയ പണം പോലും കൊടുക്കരുത്. സാധാരണ മറ്റുള്ളവർ ഭക്ഷിക്കുന്ന വെറ്റിലയിൽ പോലും മയക്ക് വസ്തുക്കൾ കലർത്തിയിട്ട് വിൽപ്പന നടക്കുകയാണ്. ഒരു മാസം പിടിക്കപ്പെടുന്നത് കോടിക്കണക്കിന് മയക്ക് വസ്തുവല്ലേ. മയക്ക് വേട്ടയുടെ കണക്ക് എത്രയാണ് കഴിഞ്ഞ മാസങ്ങളിൽ പുറത്തു വന്നത്. ചെറിയ കുട്ടികളോ അതിന്റെ ഏജന്റുമാർക്ക് കീഴിൽ വിൽപ്പന നടത്തിയിട്ട് കമ്മീഷൻ പറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്, നമ്മൾ നന്നായി ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വെറുതെ ഒരു പണം കൊടുത്താൽ
പഴയ കാലത്തൊരു പുസ്തകം വാങ്ങി വായിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു, അല്ലെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഒരു ജ്യൂസ് കുടിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇന്നാ ലെവലിൽ നിന്നൊക്കെ മാറിയിട്ട് മനുഷ്യന്റെ ബുദ്ധി ക്ഷയിപ്പിക്കുന്ന, ആരോഗ്യം നശിപ്പിക്കുന്ന, അവന്റെ ശരീരത്തിൽ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്ന തരത്തിൽ മസ്ത് ബാധിക്കുന്ന എത്രയോ വസ്തുക്കൾ പുതിയ പുതിയ രൂപഭാവങ്ങളിൽ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് തങ്ങൾ പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഖംറുൻ, എല്ലാ മസ്താക്കുന്ന സാധനവും ലഹരി ബാധിക്കുന്ന സാധനവും ഖംറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, മസ്താക്കുന്ന മുഴുവൻ സാധനവും നിഷിദ്ധമാണ്. വമൻ മാത വഹുവ യശ്റബുൽ ഖംറ യുദ്മിനുഹാ, കള്ള് കുടിച്ചുകൊണ്ടൊരാള് മരണപ്പെട്ടാൽ ലം യശ്റബ്ഹാ ഫിൽ ആഖിറ, സ്വർഗ്ഗത്തിൽ അല്ലാഹു സജ്ജീകരിച്ചൊരു ഖംറുണ്ട്, അതിന്റെ ടേസ്റ്റ് വിവരിച്ചാൽ തീരൂല, ആഖിറത്തിൽ അതവൻ കുടിക്കൂല. മറ്റൊരു ഹദീസിൽ കാണാം കുല്ലു മുഖമ്മരിൻ ഖംറുൻ, ബുദ്ധിയെ മാറ്റിക്കളയുന്ന മൂടിക്കളയുന്ന എല്ലാം ഖംറാണ്. സഹോദരന്മാരെ, നമ്മൾ ചില ആൾക്കാരെ കയ്യിൽ കാണുന്നത് ശരീരത്തിലും മറ്റൊക്കെ പൂശാൻ പറ്റുന്ന അത്തർ പോലത്തെ സാധനം. അപ്പൊ നമ്മളെ ഈ ഇവിടുത്തെ കള്ളിന്റെ കളറൊന്നുമില്ല, മണവുമില്ല. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോ ഒരു പക്ഷെ അവര് നമുക്ക് തിരണ്ടാന്ന് എഴുതിയിട്ട് അവര് പറയും ഇത് ഉപയോഗിക്കാനൊക്കെ പറ്റുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഇത് ആൽക്കഹോളാണ്. പേര് മാറ്റണ്ട്. പേര് മാറ്റിയിട്ട് ഖംറിനെ ഹലാലാക്കുന്ന ഉമ്മത്താണല്ലോ ഈ ഉമ്മത്ത്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ ഉമ്മത്തിൽ അവസാനം വരുന്നവർ ഖംറിനെ ഹലാലാക്കുന്നു പറഞ്ഞപ്പോ അതിശയത്തോടെ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ എങ്ങനെ അവർ ഖംറിനെ ഹലാലാക്കും? വഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, ആ ഖംറിന്റെ ദൂഷ്യവശങ്ങൾ മുഴുവനും അല്ലാഹു വിശദീകരിച്ചിട്ടുണ്ടല്ലോ, ഖുർആനിലുണ്ടല്ലോ, ഹദീസിൽ തങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെ അവരെ ഹലാലാക്കും? അവർക്ക് എങ്ങനെ അതിന് തോന്നും, എങ്ങനെ കഴിയും? അപ്പൊ തങ്ങൾ പറഞ്ഞു, എത്ര വട്ടം നമ്മൾ സ്വദഖ റസൂലുള്ളാഹി പറയണം, പറഞ്ഞാ തീരൂല. സ്വദഖത യാ റസൂലല്ലാഹ്. തങ്ങൾ പറഞ്ഞു സയുസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, ഖംറിന് മറ്റു പേര് പറഞ്ഞിട്ട് അവർ ഉപയോഗിക്കും. ഇതേ നിങ്ങൾ ആ പറയുന്ന ആ ഖുർആനിലും ഹദീസിലും ഫിഖിലൊക്കെ ഉള്ള ആ ഖംറല്ലത്, ഇത് വേറെയാണ്. ഇതൊക്കെ കുടിക്കാം, ഇതിന് കുഴപ്പമൊന്നുമില്ല. ഇത് ആ പറഞ്ഞതിൽ പെടൂല, പേര് മാറ്റിയാൽ മതിയല്ലോ. അങ്ങനെ പേര് മാറ്റി പറഞ്ഞിട്ട് അവരതിനെ ഹലാലാക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇപ്പൊ കാണുന്നത്. കാരണം മൂത്രത്തിൽ നിന്ന് വരെ ബീർ കണ്ടെത്തിയ കാലാണ്. ഒരു രാഷ്ട്രത്തിൽ അവിടെ ഒരു പ്രത്യേക പരിപാടിക്ക് വേണ്ടി വന്ന 50,000 ആളുകളുടെ മൂത്രം ശേഖരിച്ച ഒരു കമ്പനി. എന്നിട്ട് ആ മൂത്രത്തിൽ നിന്ന് അവർ ബീറുണ്ടാക്കി. അവരുടെ ബിസിനസ് മേഖലയിൽ അതുപോലെ ചൂടപ്പം പോലെ പോയ മറ്റൊന്നില്ല എന്ന് അവർ പറയുന്നത്. അതുകൊണ്ട് അവർ തീരുമാനമെടുത്തു, എന്ത്, ഇനി ഏറ്റവും ലാഭിക്കാൻ പറ്റിയ മേഖല ഇതാണ്. അതിന്റെ എല്ലാ നിയന്ത്രണങ്ങളും പരിധി വിട്ടു പോവുകയാണ്, എല്ലാ സ്ഥലത്തും സർവ്വവ്യാപകമാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബുദ്ധിയെ മറപ്പിക്കുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഖംറാണ്. അത് ചിലപ്പം കുടിക്കൊന്നും വേണ്ട, വലിച്ചാലും മതി. ചിലപ്പോൾ അതും വേണ്ട, എന്തെങ്കിലും ഒരു സിറിഞ്ചിലെടുത്ത് അങ്ങനെ അങ്ങോട്ട് കയറ്റിയാലും മതി. ഇതൊക്കെ അതിൽ പെട്ട തന്നെ. അതുകൊണ്ട് ആ കുല്ലു മുഖമ്മരിൻ ഖംറുൻ, ബുദ്ധിയെ ഒന്ന് മാറ്റിക്കളയുന്ന എല്ലാം ഖംറാണ്. വകുല്ലു മുസ്കിരിൻ ഹറാം, മസ്താക്കുന്നത് മുഴുവനും ഹറാമാണ്. വമൻ ശരിബ മുസ്കിറൻ, മസ്താക്കുന്ന വല്ലതും ആരെങ്കിലും കുടിച്ചാൽ ബുഖിസത്ത് സ്വലാത്തുഹു 40 സ്വബാഹാ, അവന്റെ നിസ്കാരം ചുരുക്കപ്പെടും, എടുത്തുകളയപ്പെടും 40 പ്രഭാതങ്ങളിൽ. അവൻ തോബ് ചെയ്ത് മടങ്ങിയാൽ അല്ലാഹു തോബ കൊടുക്കും. പിന്നെ ഫൈനദറാബിയത, 3 വട്ടം അവന് ചാൻസ് ഉണ്ട്. 4ാമത്തെ വട്ടവും കുടിയിലേക്ക് അവൻ വന്നാൽ കാന ഹഖ്ഖൻ അലല്ലാഹി അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ, അള്ളാഹു 3 പ്രാവശ്യം അവൻ ഇളവ് കൊടുത്തു. 4ാമത്തെ പ്രാവശ്യവും അവൻ അതിലേക്ക് മടങ്ങി വന്നാൽ അള്ളാഹുവിന്റെ മേൽ ഹഖാണ്, തീനത്തുൽ ഖബാലിൽ നിന്നുള്ള കുടിപ്പിക്കും. സ്വഹാബത്ത് ചോദിച്ചു, അമാ തീനത്തുൽ ഖബാലി യാ റസൂലല്ലാഹ്,
അള്ളാന്റെ റസൂലേ, എന്താണ് തീനത്തുൽ ഖബാൽ? തങ്ങൾ പറഞ്ഞു, സ്വദീദു അഹ്ലിന്നാർ, നരകക്കാരുടെ ചൂടുള്ള ചീഞ്ചലമാണ്. ആ ചീഞ്ചലം കുടിക്കാനൊക്കുമോ? ഇല്ല. അതാ അത് താവിനോട് തൊള്ളയോട് അടുപ്പിച്ച് പിടിക്കുമ്പോഴേക്ക് ചുണ്ട് മുഴുവനും അതാ അതിലേക്ക് വീണുപോയി. ദാഹം ശമിക്കാൻ കഴിയാതെ കുടിക്കുമ്പോഴേക്ക് ഉൾഭാഗം മുഴുവനും കരിഞ്ഞുപോയി. യതജറഉഹു വലാ യകാദു യുസീഗുഹു വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ. നരകത്തിലെ ചീഞ്ചലമങ്ങാനും കുടിക്കാൻ ഉദ്ദേശിക്കുന്ന ആള് മുറുക്കായി കുടിക്കുമ്പോ വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും അവന് മരണം വന്നുപോയി. എന്നാ ഒന്ന് മരിച്ചു തീരുന്നുണ്ടോ? വമാ ഹുവ ബിമയ്യിത്തിൻ, അവനൊന്ന് മരിച്ചു തീരുന്നുമില്ല. ശിക്ഷ അങ്ങനെ തീ തുപ്പുന്ന തരത്തിൽ ശിക്ഷ അനുഭവിക്കുന്നു. എന്നിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വമൻ സഖാഹു സ്വഗീറൻ, ചെറുപ്പകാലത്ത് ആരെങ്കിലും ഖംർ കുടിച്ചാൽ ലാ യഅരിഫു ഹലാലഹു മിൻ ഹറാമിഹി, ഹലാലും ഹറാമും അവന് മനസ്സിലാകാത്ത കാലത്ത് കാന ഹഖ്ഖൻ അലല്ലാഹ് അൻ യസ്ഖിയഹു മിൻ തീനത്തിൽ ഖബാൽ. നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇപ്പൊ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന അർത്ഥത്തിൽ ചില ആളുകൾ കാണാറില്ലേ? അപ്പൊ ദീനിന്റെ നിയമം ചെറുതാക്കിയിട്ട് ഹലാലിനെ ഹറാമിൽ നിന്ന് വേർതിരിക്കാതെ അവനങ്ങ് കുടിച്ചാലോ അവനും തീനത്തുൽ ഖബാലിൽ നിന്ന് കുടിക്കപ്പെടും. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ കർശനമായി പറഞ്ഞ വിഷയമാണിത്. അതുകൊണ്ടാണ് തങ്ങൾ ഇതിന് ഉമ്മുൽ ഖബായിസ് എന്ന് പേരിട്ടത്. നമ്മുടെ മക്കളെയും കൂട്ടുകാരെയും കുടുംബക്കാരെയും നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, ഖംറിന് നബി തങ്ങൾ പേര് വെച്ചത് ഉമ്മുൽ ഖബായിസ്, വൃത്തികേടുകളുടെ മാതാവ് എന്നല്ലേ, നീചകൃത്യങ്ങളുടെ തലവൻ എന്നല്ലേ പേര് വെച്ചത്. എന്തേ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഫഇന്നഹു കാന റജുലുൻ ഫീമൻ കാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളിൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ സ്വകാര്യമായി ഇബാദത്തെടുക്കുന്ന ആളായിരുന്നു. ഭാര്യമാരിലേക്കൊന്നും അയാൾ അടുക്കാറില്ല, അയാൾ വിവാഹം കഴിക്കാറില്ല, കഴിച്ചിട്ടില്ല. ഇബാദത്തിന് വേണ്ടി ശരീരം ഒഴിഞ്ഞു വെച്ച ആളായിരുന്നു. അതേ ഒരു വേശ്യപ്പെണ്ണ് അയാളെ കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് ആ വേശ്യപ്പെണ്ണ് തന്റെ വേലക്കാരനെ പറഞ്ഞയച്ചു, വരാൻ വേണ്ടി പറഞ്ഞയച്ചു. ഇന്നാനദുഊക ലിശഹാദ, ഇബാദത്തെടുക്കുന്ന മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളൊന്ന് സാക്ഷി നിൽക്കാൻ വേണ്ടി വരണം, ഞങ്ങളെ ഒരു വിഷയത്തിൽ സാക്ഷി നിൽക്കാൻ വേണ്ടി നിങ്ങൾ വരണം. അയാൾ വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോഴേക്ക് ഓരോ വാതിലും ആ പെണ്ണങ്ങനെ കൊട്ടിയടക്കാൻ പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനതാ വീടിന്റെ നടുത്തളത്തിലെത്തിയപ്പോ നല്ല ചമൽക്കാരമുള്ളൊരു പെണ്ണവിടെ ഇരിക്കുന്നുണ്ട്. ആ പെണ്ണിന്റെ സമീപത്ത് തന്നെ അതാ ഒരു ചെറിയ ചെറുപ്പക്കാരനുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. തൊട്ടടുത്ത് തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, ആ പാത്രത്തിൽ ഖംറുണ്ട്. അങ്ങനെ ഈ ഇബാദത്തെടുക്കുന്ന ഈ പണ്ഡിതനെ ഇപ്പൊ വിളിച്ചുകൊണ്ടെന്ന് സാക്ഷിക്കാനാണ്. ഈ പെണ്ണ് പറഞ്ഞു, സാക്ഷി നിൽക്കാൻ വേണ്ടിയല്ല നിങ്ങളെ കാര്യമായിട്ട് വിളിച്ചത്, നിങ്ങളൊരു കാര്യം എനിക്ക് ചെയ്തു തരണം. എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ വിളിച്ച് ഒന്നുകിൽ ഈ ചെറിയ ചെറുപ്പക്കാരൻ നിങ്ങൾ കൊന്നു തരണം, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണം, അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന പാത്രത്തിൽ നിന്ന് അല്പം നിങ്ങൾ കുടിക്കണം. മൂന്നാലൊന്നും ചെയ്യാതെ നിങ്ങൾ വിടൂലെന്ന്. ഇബാദത്തെടുക്കുന്ന ഈ മനുഷ്യനെ, ഈ നല്ല മനുഷ്യനെ ആ വേശ്യാവൃത്തി ആ സ്വഭാവമാക്കിയ പെണ്ണ് വിളിച്ചിട്ട് സാക്ഷി നിൽക്കാനാണെന്ന പേരിൽ വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർവ്വകാലത്ത് ജീവിച്ച ഒരാളെ കഥ പറഞ്ഞു കൊടുക്കുകയാണ് സ്വഹാബത്തിന്. ഉമ്മുൽ ഖബായിസിനെ വർജിക്കണം. ഉമ്മുൽ ഖബായിസ് എന്ന് പറയാനുള്ള കാരണം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. മുൻഗാമികളിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടിയ ഒരാളെ ഒരു പെണ്ണ് വഴിതെറ്റിച്ച സംഭവം പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ആ പെണ്ണ് വിളിച്ചു വരുത്തിയത് ഒന്നുകിൽ ഇമ്മാൻ തഖ്തുല ഹാദൽ ഗുലാം, ഈ കുട്ടിയെ നീ കൊല്ലണം, അല്ലെങ്കിൽ ലൗ തഖഅലയ്യ, എൻ്റെ ആഗ്രഹം പൂർത്തീകരിച്ചു തരണം, ഔ തശ്റബ കഅസം മിൻ ഹാദൽ ഖംരി, ഈ ഖംറിൽ നിന്ന് ഒരു കോപ്പ നീ കുടിക്കണം, അതേ എന്നിട്ട് നീ ഇതിന് വിസമ്മതിക്കുകയാണെങ്കിൽ
ഞാൻ നിന്നെ വഷളാക്കിക്കളയും, ജനങ്ങൾക്കിടയിൽ വഷളാക്കിക്കളയും, മൂന്നാലൊന്ന് ചെയ്യാതെ പോകാൻ പറ്റൂല. അപ്പോൾ അയാൾ ചിന്തിക്കുന്നു, കൊല്ലുന്നത് മഹാപാതകമല്ലേ, ഈ പെണ്ണുമായി ബന്ധപ്പെടുന്നതും വളരെ വൃത്തികെട്ട സ്വഭാവമല്ലേ, അതുകൊണ്ട് ഏറ്റവും ഡിഗ്രി കുറഞ്ഞത് എടുക്കാമെന്ന് കരുതിയിട്ട് ഇസ്ഖീനി കഅസം മിൻ ഹാദൽ ഖംർ, ഈ കള്ളിൽ നിന്നൊരു കോപ്പ എനിക്ക് കുടിപ്പിക്കൂ എന്ന് പറഞ്ഞു. കള്ളിന്റെ ഒരു കോപ്പ കുടിക്കാൻ കൊടുത്തത് കുടിച്ചു. കുടിച്ചപ്പോ പിന്നെ ആൾ പറയാൻ തുടങ്ങി, സീദീനി, ഇത്ര പോരാ, ഇനിയും വേണം, ഇനിയും വേണം. അതാ പിന്നെയും പിന്നെയും അങ്ങനെ കൊടുക്കുന്നു. അങ്ങനെ പിന്നെ അയാൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ആ പെണ്ണിന്റെ സമീപത്ത് വന്നിരിക്കുന്നു, ആ പെണ്ണുമായി ബന്ധം പുലർത്തുന്നു. ഇത് പറയും എന്ന അർത്ഥത്തിൽ ആ കുട്ടി വീക്ഷിക്കുന്നത് കണ്ടപ്പോൾ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ഈ സംഭവം വിശദീകരിച്ചിട്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇജ്തനിബൂ ഉമ്മൽ ഖബായിസ്, ഏത് വൃത്തികേടുകളും ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ് ഖംർ. അതുകൊണ്ട് സഹോദരന്മാരെ, അവിചാരിതമായി കുടിച്ചുപോയവരുണ്ടെങ്കിൽ ഖാലിസായ തൗബ ചെയ്ത് മടങ്ങണം. പ്രായമാകട്ടെ എന്ന് കരുതി കാത്തു നിൽക്കരുത്. തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ, ഖംർ കുടിച്ചവൻ മരണപ്പെട്ടു പോയാൽ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, കള്ള് കുടിച്ചിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളാണെങ്കിൽ നിങ്ങൾ അവന്റെ ഖബർ മാന്തിക്കോ. ഞാൻ പറയുന്ന രൂപത്തിൽ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്റെ തലയെടുത്തോ. മഹാനവറുകളുടെ ചരിത്രം ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ. ആ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഖംർ കുടിച്ചിട്ട് അവിചാരിതമായിട്ടാകട്ടെ അല്ലാതെ ആകട്ടെ തൗബ ചെയ്യാതെ മരണപ്പെട്ട ആളാണോ, അവന്റെ തല ഖിബിലയിലേക്ക് തിരിഞ്ഞു കാണൂല. എങ്ങനെയാണ് ഖബറിൽ തലവെക്കൽ? ഖിബില ഭാഗത്തേക്കല്ലേ തല തിരിച്ചു വെക്കല്. ഖിബില ഭാഗത്തേക്ക് വെക്കാൻ ആ തലക്ക് ബഹുമാനമില്ല. അതുകൊണ്ട് അവന്റെ തല മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ നോക്കിക്കോ. അങ്ങനെ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വേണ്ടത് ചെയ്യാം. ഇത്ര തീർച്ചപ്പെടുത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിന്റെ ഗൗരവം എത്ര വലുതാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, അവിചാരിതമായിട്ട് ഒരു ടൂർ പോകുമ്പോഴോ, ഒരു സൽക്കാരത്തിന് പോയപ്പോഴോ, ഒരു സദ്യയിൽ സംബന്ധിച്ചപ്പോഴോ, കൂട്ടുകാരോടുകൂടെ നേരം പോക്കിനിരുന്നപ്പോഴോ, എപ്പോഴെങ്കിലും ഒന്ന് അറിയാതെ നുണഞ്ഞെങ്കിൽ ഖാലിസായ തൗബ ചെയ്തിട്ട് ഇനി അങ്ങനത്തെ ഒരു വിഷയം മനസ്സിൽ വരാത്ത രൂപത്തിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിക്കണേ. എന്നിട്ട് ഈ സംഭവം പറഞ്ഞിട്ട് നബി തങ്ങൾ പറയാണ്, ഫജ്തനിബുൽ ഖംറ, അതുകൊണ്ട് നിങ്ങൾ ഖംർ വർജിക്കണം. ഫഇന്നഹു വല്ലാഹി ലാ യജ്തമിഉൽ ഈമാൻ വഇദ്മാനുൽ ഖംരി ഫീ സദ്രി റജുലിൻ അബദാ. ഈമാനും മദ്യപാനിയുടെ മനസ്സിൽ എപ്പോഴും ഈമാൻ ഒരുമിച്ച് കൂടുക എന്നതുണ്ടാകൂല. നിത്യവും മദ്യം അടിക്കുന്നവനാണെങ്കിൽ അവന്റെ ഖൽബിൽ ഈമാൻ ഒരുമിച്ച് കൂടൂല. ആ പതിവും ഈമാനും തമ്മിൽ ഒരുമിച്ച് കൂടൂല. ഏതെങ്കിലും ഒന്നതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോകാതെ ഒന്നുകിൽ ആ നിത്യമായ മദ്യപാനം നിർത്തിയിട്ടവൻ നന്നാകണം, അല്ലെങ്കിലോ ഈമാന് പോയിട്ടവൻ സദാ മദ്യപാനിയാകണം. രണ്ടും കൂടി ഒരുമിക്കൂല. വളരെയധികം വിഷയം തന്നെയല്ലേ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബക്കറ്റ് പിരി വരുന്നുണ്ട്, എല്ലാവരും നല്ല സംഭാവന കൊടുക്കണം. പരിപാടിക്കൊക്കെ നല്ല ചെലവുണ്ടാവും, എല്ലാവർക്കും അറിയാലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 വിഭാഗം ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കൂല. ഒന്ന് മുദ്മിനു ഖംദിൻ, മദ്യപാനിയാണ് തങ്ങൾ പറഞ്ഞത്. മറ്റൊന്ന് ഖാത്തിഉ റഹ്മിൻ, കുടുംബബന്ധം മുറിച്ചവനാണ്. വേറെ ഒന്ന് മുസദ്ദിഖും ബിസിഹ്രി, സിഹിർ കൊണ്ട് വാസ്തവമാക്കുന്നവനാണ്. സിഹിർ ചെയ്യാൻ പറ്റുമെന്നും അതേ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോ സിഹിറാണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴേക്ക് അതൊക്കെ വിശ്വസിക്കുന്നവരാണ്. ഇത് പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞു, മമ്മാത്ത മുദ്മിനല്ലിൽ ഖംദി, മദ്യപാനിയായിട്ടൊരാൾ മരിച്ചുപോയാൽ, സഹോദരങ്ങളെ, കുടിച്ച ലെവലിൽ എത്ര അപകടങ്ങൾ സംഭവിച്ചു മരിച്ചുപോയവരുണ്ട്. കുടിച്ച ലെവലിൽ തന്നെ
ശ്വാസം കിട്ടാതെ മേലോട്ട് വലിക്കാതെ തരിപ്പ് പോയിട്ട് മരിച്ചുപോയവരെത്രണ്ട്. കുടിക്കുമ്പോൾ ആദ്യം കിട്ടിയതിന് മറ്റൊരാളോട് ദേഷ്യം തീർക്കാൻ അയാൾ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാളെ കുത്തിയിട്ട് അയാൾ മരണപ്പെട്ടു പോയി. അങ്ങനെ മരണം നടന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ മദ്യപാനിയായ നിലക്കൊരാൾ മരണപ്പെട്ടാൽ സഖാഹുല്ലാഹു അസ്സ വജല്ല മിൻ നഹ്റിൽ ഗൂത്താ, ഗൂത്തയുടെ നെഹ്റിൽ നിന്ന്, ഗൂത്തയുടെ പുഴയിൽ നിന്ന് അയാൾക്ക് അള്ളാഹു കുടിപ്പിക്കും. സ്വഹാബത്തിനാ പറഞ്ഞത് മനസ്സിലായില്ല, എന്താ നബിയെ നെഹ്റുൽ ഗൂത്താ? നബി തങ്ങൾ പറഞ്ഞു, നെഹ്റുൻ യർജരി മിൻ ഫുറൂജിൽ മൂമിസാത്ത്, വേശ്യപ്പെണ്ണുകളുടെ, വേശ്യ സ്ത്രീകളുടെ ഗുഹ്യഭാഗങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ജലമാണ്. യുദീ അഹ്ലന്നാരി റീഹു ഫുറൂജിഹിം, അവരുടെ ഗുഹ്യസ്ഥാനത്തിന്റെ ദുർഗന്ധം അത് മണത്തിട്ട് സ്വർഗക്കാർക്കല്ല നരകക്കാർക്ക് വരെ ഇടങ്ങേറാണ്. യുദീ അഹ്ലന്നാരി, നരകക്കാരെ ബുദ്ധിമുട്ടാക്കും. റീഹു ഫുറൂജിഹിം, അവരുടെ ഗുഹ്യസ്ഥാനങ്ങളുടെ വാസന, അത്രയും ദുർഗന്ധം വമിക്കുന്ന ആ സ്വകാര്യതയിൽ നിന്ന്, സ്വകാര്യ അവയവത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന വെള്ളം അത് അള്ളാഹു കുടിപ്പിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ ഖംറ് കുടിക്കാൻ അല്പമൊന്ന് താമസത്തോടെ നമ്മൾ കാത്തിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. وكأسٍ من معين لا يصدعون عنها ولا ينزفون, ഒരു തലവേദന വരാത്ത, ഒരു ലഹരി ബാധിക്കാത്ത നല്ല ഖംറല്ലേ അവിടെ കിട്ടുന്നത്. വഫാക്കിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, യഥേഷ്ടം അവർ സെലക്ട് ചെയ്തെടുക്കുന്ന പഴവർഗ്ഗങ്ങളും ഉണ്ട്. യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ പറ്റുന്നു. ഏതാ വേണ്ടത്? ഏതുണ്ട് തെരഞ്ഞെടുത്തവർ ഭക്ഷിക്കുകയാണ്. ഇഷ്ടം പോലെയുണ്ട്, ഏത് വേണമെങ്കിലും ഭക്ഷിക്കാം. ബഹുമാനപ്പെട്ട ഇക്റാശ് ബിൻ ദുഐബ് മഹാനവറുകൾ റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ ഒരു ദിവസം ബനൂ മുറ കുടുംബക്കാരെന്നെ പറഞ്ഞയച്ചു. അവരെ സമ്പത്തിന്റെ സക്കാത്തുമായിട്ടില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബനൂ മുറ ഗോത്രക്കാര് അവർ കൊടുക്കാനുള്ള സക്കാത്തിന്റെ കണക്കുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുത്തേക്ക് എന്നെ പറഞ്ഞയച്ചു. ഞാൻ മദീനയിൽ മുന്നിട്ട് വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ ഇരിക്കുകയാണ്. മുഹാജിറുകളുമുണ്ട്, അൻസാറുകളുമുണ്ട്. ഞാൻ തങ്ങളുടെ അടുത്തേക്ക് ഒട്ടകങ്ങളുമായിട്ടാ പോകുന്നത്. ആ ഒട്ടകങ്ങളെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനിർ റജുലു, ആരാണ് ഒട്ടകപ്പുറത്ത് വരുന്ന ആള്? ഞാൻ പറഞ്ഞു, ഇക്റാശ് ബിൻ ദുഐബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അർഫഉ ഫിൻ നസബി, തറവാട് കുടുംബത്തിൽ തറവാട് നോക്കുമ്പോൾ നല്ല ഉയർച്ചയുള്ള ആളാണല്ലോ, അതുകൊണ്ട് തറവാട് നീ ഒന്നുകൂടി ഉയർത്തി പറയണം. അപ്പോൾ ഞാൻ മുർറത്ത് ബിൻ അബ്ദ് ഉബൈദ് എന്ന് പറഞ്ഞു. അതേ നബിയെ, ഇതൊക്കെ സ്വതക്കയാണ്, സക്കാത്തിന്റെ സ്വത്താണെന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുഞ്ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇതൊക്കെ സക്കാത്തിന്റെ മൃഗങ്ങളാണോ, ഒട്ടകങ്ങളാണോ? അതെ. ഹാദിഹി ഇബ്ലു ഖൗമി, എന്റെ ജനതയിൽ നിന്ന് ഞാൻ പിരിച്ചെടുത്തു കൊണ്ടുവരുന്ന ഒട്ടകങ്ങളാണ്. അവർക്കൊക്കെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, സക്കാത്തിന്റെ കണക്കിൽ അവർ തന്നതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കാത്തിന്റെ ഒട്ടകങ്ങൾക്ക് ചില അടയാളങ്ങൾ വെക്കാറുണ്ട്. ആളുകൾ അത് കൊണ്ടുപോകാതിരിക്കാൻ, അറിയാതെ ഉപയോഗിക്കാതിരിക്കാൻ അടയാളം വെക്കാൻ പറഞ്ഞു. പിന്നെ എന്നെ കയ്യും പിടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത് ബഹുമാനപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. നബി തങ്ങളൊരു ഭാര്യയാണല്ലോ ഉമ്മു സലമ ബീവി. എന്നിട്ട് തങ്ങൾ ചോദിച്ചു, ഹൽമിൻ ത്വആം, വല്ല ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ഈ ഒരു സ്വതക്ക വിരിച്ച് വരില്ലേ, എനിക്കൊരു ഭക്ഷണം തരാൻ വേണ്ടി. എൻ്റെ കയ്യും പിടിച്ച് തങ്ങൾ പോയി. ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അതാ അവിടെ ഭക്ഷണം കൊണ്ടുവരുന്നുണ്ട്. ഒരു തളിക കൊണ്ടുവന്നു. ആ തളികയിൽ നിറയെ പത്തിരിയുണ്ട്. ആ പത്തിരിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനും കൂടെ ഭക്ഷിക്കുന്നുണ്ട്. അതേ, ഞാൻ എൻ്റെ കൈ കൊണ്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ഞാൻ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഭക്ഷിക്കുന്നുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഇടത്തെ കൈ കൊണ്ട് എൻ്റെ വലത്തെ കൈയിൻ്റെ മേൽ പിടിച്ചിട്ട് പറഞ്ഞു, ഇക്റാശേ, എല്ലാ ഭാഗത്തുനിന്നും എടുത്തിങ്ങനെ ഭക്ഷിക്കരുത്. കുൽ മിൻ മൗളിൻ വാഹിദിൻ, ഒരു ഭാഗത്തു നിന്ന് എടുത്തങ്ങനെ ഭക്ഷിച്ചോളൂ. ഫഇന്നഹു ത്വആമുൻ വാഹിദുൻ, ഇത് ഒരേ ഭക്ഷണമാണല്ലോ, വിവിധ ഭക്ഷണമല്ലല്ലോ. അതുകൊണ്ട് അവിടുന്നൊന്നും ഇവിടുന്നൊന്നും അങ്ങനെ എടുക്കേണ്ടതില്ല.
പല ഭക്ഷണമാകുമ്പോൾ പലതും എടുക്കേണ്ടി വരും. ഇത് ഒരേ ഭക്ഷണമല്ലേ, അതുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ എടുത്ത് ഭക്ഷിച്ചോളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഏതാ ഒരു കൊട്ട കാരക്കയും അല്ലെങ്കിൽ ഈത്തപ്പഴമാണ് അത് കൊണ്ടുവന്നു. അപ്പൊ ഞാൻ അങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് ഞാൻ എങ്ങനെ എടുത്ത് ഭക്ഷിക്കാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കൈ കറക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പത്തിലെടുത്തപ്പോൾ ഒരു ഭാഗത്തുനിന്ന് എടുത്തു, അപ്പുറത്തുനിന്ന് എടുത്തു, ഇപ്പുറത്തുനിന്ന് എടുത്തു. അപ്പൊ ഇടത്തെ കൈ കൊണ്ട് എൻ്റെ വലത്തെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ഒരേ ഭക്ഷണമാണ്, അതുകൊണ്ട് ഒരു ഭാഗത്തുനിന്ന് അങ്ങനെ തിന്നാൽ മതി, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈത്തപ്പഴം കാരക്കകൾ വിവിധ മോഡലുകൾ കൊണ്ടുവന്നപ്പോൾ തങ്ങൾ പല ഭാഗത്തുനിന്ന് കൊടുക്കുന്നത് ഞാൻ കണ്ടു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇക്രാശയെ പേടിക്കേണ്ടതില്ല, ഇത് വിവിധ തരം ഈത്തപ്പഴങ്ങൾ ഇതിലുണ്ട്, അതുകൊണ്ട് ഓരോ മോഡലും തിന്നണ്ടേ, അതുകൊണ്ട് ഓരോ ഭാഗത്തുനിന്ന് എടുത്ത് നിങ്ങൾ ഭക്ഷിച്ചോളൂ. ആ ഭാഗത്തിരിക്കുന്ന ഒന്നാണ്, ഈ ഭാഗത്തിരിക്കുന്ന വേറൊന്നാണ്, ഒരേ കൊട്ടയിൽ തന്നെ വ്യത്യസ്ത ഇനങ്ങളായിട്ട് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എടുത്തോളൂ, ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. കാരണം ഇതൊരു തരമല്ല, വ്യത്യസ്ത തരമാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇതൊക്കെ ഇവിടത്തെ ഭക്ഷണമല്ലേ, എന്നാൽ ആഖിറത്തിലോ ഭക്ഷണം വ്യത്യസ്തമാണ്. വഫാകിഹത്തിൻ മിമ്മാ യതഖയ്യറൂൻ, അവിടെ സ്വർഗക്കാര് ഉദ്ദേശിക്കുന്ന ഫ്രൂട്ട്സുകളാണ്, അവർ സെലക്ട് ചെയ്ത് തെരഞ്ഞെടുക്കുകയാണ് ഏത് വേണം എന്നുള്ളത്. എന്നിട്ടോ തോട്ടങ്ങൾ നോക്കുമ്പോ ഒരാള് ഒരു പഴം അങ്ങോട്ട് പറിച്ചാൽ, ഇന്നർ റജുല ഇദാ നസാ സമറതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു പഴം പറിച്ചാൽ ആദത്തു മകാനഹാ ഉഖ്റാ, അവിടെ തന്നെ മറ്റൊന്ന് ഉടനെ തന്നെ വരുന്നു, തീർന്നു പോകൂല. ഇതെല്ലാം തീരുമല്ലോ എന്നുള്ളൊരു പേടില്ല. ഒന്ന് പറിക്കുമ്പോഴേക്ക് ആ സ്പോട്ടിൽ വേറൊന്ന് വന്നു, അപ്പൊ അടുത്തതും പറിച്ച് ഭക്ഷിച്ചു, അവിടെ വേറൊന്ന് വന്നു, പിന്നെ എങ്ങനെ തീരാ? അപ്പൊ യഥേഷ്ടം അവർക്ക് തെരഞ്ഞെടുക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങൾ അവിടെയുണ്ട്. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവിടെ മാംസമുണ്ടോ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ട്. ഇവർക്കതാ അല്ലാഹു തആല കൊടുക്കുന്നു പക്ഷിമാംസം. ഉസ്താദേ, പോത്തിറച്ചിയൊന്നുമില്ലേ, ഒട്ടകത്തിന്റെ ഇറച്ചി, ആടിന്റെ ഇറച്ചിയൊന്നുമില്ലേ? അത് നമ്മൾ ഇവിടെ കഴിക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയാണ്. അവിടെ ആരോഗ്യത്തിനല്ല ഈ ഭക്ഷണം, ആനന്ദത്തിനാണ്. ആനന്ദത്തിനാകുമ്പോൾ ഏറ്റവും സ്മൂത്തായ ഭക്ഷണം അതാണ് ലഹ്മു ത്വയ്ർ, പക്ഷിമാംസം. പക്ഷിമാംസം അവരിഷ്ടപ്പെടുന്ന പക്ഷിമാംസങ്ങളുണ്ട്. മറ്റേത് ഇവിടെയുള്ള ഈ പോത്തിന്റെ ഇറച്ചി അവിടെ ഉണ്ടെങ്കിൽ അതിങ്ങനെ വലിച്ചു പിടിക്കുമ്പോൾ ഒരു ഇടങ്ങേറാണ്. സ്വർഗത്തിലല്ലേ, അപ്പൊ ആ ഹൈ ലെവലിൽ അത് യോജിക്കൂല. അപ്പൊ പക്ഷിമാംസോ അത് ഭക്ഷിക്കാനും പ്രയാസമല്ല, എടുക്കാനും പ്രയാസമല്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ, അവരാഗ്രഹിക്കുന്ന തരം പക്ഷികളുടെ പക്ഷിമാംസങ്ങളുണ്ട്. അത് ഏതാ പക്ഷികൾ എന്ന് പറയുന്നത്? നിങ്ങൾ സ്വർഗത്തിലെ പക്ഷികൾ, ഇന്ന ത്വയ്റൽ ജന്നതി കംസാലിൽ ബുഖ്ത്, സ്വർഗത്തിലെ പക്ഷികൾ അതാ ഒട്ടകം പോലെയാണ്. ഒട്ടകം പോലെ നല്ല നീണ്ടു കിടക്കുന്ന പക്ഷികളുണ്ട്. സ്വർഗത്തിന്റെ മരങ്ങളിൽ അതിങ്ങനെ മേഞ്ഞു നടക്കും ആ പക്ഷികൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഇന്ന ഹാദിഹി ലത്വയ്റുൻ നാഇമാ, ആ പക്ഷികൾക്ക് നല്ല മിനുസമുണ്ടാകുമല്ലോ, തൊട്ടാൽ തന്നെ നല്ല മൃദുലതയുണ്ടാകുമല്ലോ. തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ആകിലതുഹാ അൻഅമു മിൻഹാ, പക്ഷിയെക്കാളും തൊലിക്ക് മിനുസം ആ പക്ഷിമാംസം ഭക്ഷിക്കുന്നവർക്കാണ്. പക്ഷിമാംസം ഭക്ഷിക്കുന്ന സ്വർഗക്കാരില്ലേ, അവരെ തൊലിയുടെ മിനുസം ആ പക്ഷിമാംസത്തെക്കാളും മിനുസമേറിയതാണ്. എന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങൾ പറഞ്ഞു, വ ഇന്നി ലഅർജു അൻ തകൂന മിമ്മൻ യഅകുലു മിൻഹാ, നിങ്ങൾ ആ പക്ഷിമാംസത്തിൽ നിന്ന് കഴിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാളെ ആഖിറത്തിൽ നിങ്ങൾക്കത് കിട്ടും, ബേജാറൊന്നാകണ്ട. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. മറ്റൊരു ഹദീസിൽ കാണാം, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൂബ മരത്തെക്കുറിച്ച് പറഞ്ഞു. തൂബ അറിയുമോ എന്ന് ചോദിച്ചു. സ്വർഗത്തിലെ മരമാണ് തൂബ മരം. തൂബ അറിയുമോ സിദ്ദീഖേ? തൂബ അറിയുമോ? ഇല്ല നബിയേ. തൂബ ഷജറത്തും ഫിൽ ജന്ന, സ്വർഗത്തിലൊരു മരമാണ് തൂബ. അതിന്റെ നീളം അല്ലാഹുവിനല്ലാതെ ആർക്കും അറിയുകയില്ല. യസീറുർ റാകിബു, ഒരു യാത്രക്കാരൻ നല്ല വാഹനത്തിൽ സഞ്ചരിക്കുന്നു. തഹത ഗുസ്നിൻ മിൻ അഗ്സാനിഹാ, അതിന്റെ ചില്ലകൾക്കിടയിൽ നിന്ന് ഒരു ചില്ലന്റെ ചുവട്ടിലൂടെ സഞ്ചരിക്കുന്നു. 70 ഖരീഫാ,
70 കൊല്ലം സഞ്ചരിച്ചാലെത്തുന്ന ദൂരം. ഒരു മരം മൊത്തല്ല, ആ മരത്തിന്റെ ഒരു ചില്ല. അപ്പൊ സ്വർഗത്തിലെ ഉദ്യാന കേന്ദ്രങ്ങളിൽ അല്ലാഹു തആല ആഘോഷത്തിനും സന്തോഷത്തിനും വെച്ചിരിക്കുന്ന മരങ്ങൾ. അപ്പോൾ ഒരു ഇണയും ഭർത്താവും ഇങ്ങനെ ആഗ്രഹിക്കാണ് ആ മരത്തിന്റെ മേലെ ഒന്ന് പോയിരിക്കണം. അവരങ്ങനെ കരുതുമ്പോഴേക്ക് അവരെ കാറ്റെന്ന വാഹനം പൊക്കി ആ മരത്തിന്റെ ഏറ്റവും മേലെയുള്ള ഇരിപ്പിടത്തിൽ കൊണ്ടുപോയിരുത്തി. ഇരുന്ന് നോക്കുമ്പോൾ അവർക്കൊരാഗ്രഹം, അങ്ങനെ ഇരുന്നാൽ ഒരു ഭക്ഷിക്കാനൊക്കെ എന്തെങ്കിലും കിട്ടണമല്ലോ. അപ്പോഴേക്ക് പക്ഷികൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങുകയാണ് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പൊ ആ പക്ഷികളെ കാണുമ്പോൾ പക്ഷികൾ ആഗ്രഹിക്കുകയാണ്. പക്ഷികൾ ആഗ്രഹിക്കുമ്പോ പക്ഷികളതാ നല്ല ഫ്രൈ ആയിട്ടും ചുട്ടരൂപത്തിലും പക്ഷികൾ വന്ന് വീഴും. മുന്നിൽ വന്ന് വീഴും. അതുകൊണ്ടാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഇബ്നു മസ്ഊദേ ഇന്നക ലതൻദുറു ഇല ത്വയ്രി ഫിൽ ജന്ന, നിങ്ങൾ നാളെ സ്വർഗത്തിൽ ആ പറക്കുന്ന പക്ഷികളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഫതസ്തഹീഹി, നിങ്ങളെ മനസ്സിൽ താല്പര്യം ഒന്നും കിട്ടിയെങ്കിൽ തിരക്കടില്ല. ഫയഖിറു ബൈന യദൈക മശ്വിയൻ വമഖലിയൻ, നമ്മൾ ഷവായ പറയില്ലേ, നല്ല ചുട്ട രൂപത്തിൽ വരും. മറ്റൊന്ന് മഖലിയൻ, പൊരിച്ച രൂപത്തിലും വരും. കഴിക്കാൻ ഭക്ഷിക്കാൻ താല്പര്യപ്പെടുന്ന ആളുകൾ, അവർക്ക് ഈ പഴവർഗ്ഗങ്ങളുണ്ട്, അതുപോലെ തന്നെ പക്ഷിമാംസം ഉണ്ട്. അതേ രൂപത്തിൽ ആസ്വദിക്കാൻ നല്ല മരങ്ങളും അല്ലാഹു തആല തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്, പക്ഷിയിലേക്ക് നോക്കുമ്പോഴേക്ക് മനസ്സിൽ താല്പര്യം വരുമ്പോഴേക്ക് അല്ലാഹു തആല എന്തൊരു സജ്ജീകരണമാണ്. ഓർഡറൊന്നും ചെയ്യണ്ട. എവിടൊക്കെ ഓർഡർ ചെയ്തിട്ട് കാത്തിരുന്നിട്ട് അവനാ നോക്കേണ്ട എല്ലാ ചിത്രവും നോക്കി കഴിഞ്ഞിട്ടും ഭക്ഷണം വരില്ല. വലിയൊരു ഹോട്ടലിൽ കയറിയൊക്കെ നമ്മൾ കയറി നോക്കുമ്പോഴോ നമ്മൾ ഓർഡർ ചെയ്തു, അപ്പോൾ അത് ആ സ്പോട്ടിൽ ഉണ്ടാക്കുന്നതാണ്, നമുക്ക് അറിഞ്ഞു കയറിയതാണ്. നമ്മൾ കൂട്ടുകാരനോട് എല്ലാ വർത്തമാനങ്ങളും പറഞ്ഞു, പക്ഷേ ഈ ഭക്ഷണം വരണ്ടേ. പിന്നെയും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അവസാനം ഏകദേശം ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കുമ്പോഴേക്ക് വന്നു. എന്നാൽ അവിടെ ആഗ്രഹിക്കുമ്പോഴേക്ക് ഫതസ്തഹീഹി, നിങ്ങൾ ആഗ്രഹിക്കും, ഫയഖിറു ബൈന യദൈക മശ്വിയൻ, താല്പര്യം വെക്കുമ്പോഴേക്ക് മുന്നിൽ അത് വന്ന് വീഴും. എന്തൊരു അനുഗ്രഹമാണ്, എന്തൊരു സുഖാണ് ആ സ്വർഗത്തിലെ സന്തോഷങ്ങൾ അല്ലാഹു പറയുന്നത്. വഹൂറുൻ ഈൻ, വെള്ളം പറഞ്ഞു, പാനീയം പറഞ്ഞു, പഴവർഗ്ഗങ്ങൾ പറഞ്ഞു, മാംസം പറഞ്ഞു, ഇതുകൊണ്ടൊന്നും ഒരു സുഖം തീരുന്നില്ലല്ലോ. വഹൂറുൻ ഈൻ, കൺതടം വിശാലമായ ഹൂരികളുണ്ട്, കണ്ടാൽ നല്ല മുത്തുമണികളെ പോലെ. കാംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ചിപ്പിക്കകത്തു സൂക്ഷിക്കപ്പെട്ട മുത്തുമണികളെ പോലെ കാണാൻ എന്തൊരു ആനന്ദമാണ്. അതേ റീൻ എന്ന് പറയുന്നത്, ഹൂർ എന്ന് പറയുന്നത് നല്ല വെളുത്ത, അതേ രൂപത്തിൽ റീൻ എന്ന് പറയുന്നത് കൺതടം വിശാലമായ ഹൂറുല്ലീങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പടച്ചവരാണിവർ. വഹുന്ന ഖുലിഖന മിൻ തസ്ബീഹിൽ മലായിക, മലക്കുകളെ തസ്ബീഹ് കാരണത്തിനാൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച വളരെ മുത്തുമണികളാണ് ഇവർ. മലക്കുകൾ എത്ര തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ടാവും? ആ തസ്ബീഹിന്റെ എണ്ണം കണക്കനുസരിച്ച് അല്ലാഹു തആല ഒരുപാട് ഹൂറുല്ലീങ്ങളെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അവരുടെ ശരീരത്തിന്റെ ഭംഗിയാണ് ആ പറഞ്ഞത്. മറ്റൊന്നോ, അവരുടെ വൃത്തിയും അവരുടെ വെണ്മയും, അതാണ് അള്ളാഹു വിശേഷിപ്പിച്ചത് കാംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, അവരുടെ പരിശുദ്ധി. എത്രമാത്രം വലിയ ശുദ്ധിയാണ്. പുറത്തിങ്ങനെ ആരും കണ്ടു നടന്നതല്ല, ഇതുവരെ ആരും കാണാത്ത രൂപത്തിലാണ്. ചിപ്പിക്കകത്തുള്ള മുത്ത് അതെടുക്കാൻ എത്ര പ്രയാസപ്പെടും, എന്തൊരു ഭംഗിയുണ്ടാകും അതിന്. അതേ രൂപത്തിൽ കാംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, ആ ഹൂറുല്ലീങ്ങൾ അവരെന്തൊരു ആനന്ദമുള്ളവരാണ്. സ്വർഗത്തിലെ ഒരു ഹൂറി ഒന്ന് നടന്നാൽ സുമിയ തഖ്ദീസുൽ ജലാജിലി മിൻ സാഖിഹാ, ആ ഹൂറിയുടെ തണ്ടൻകാലിൽ നിന്ന് അതാ കിലുകിലാ ശബ്ദങ്ങൾ, പരിശുദ്ധമാർന്ന ശബ്ദം കേൾക്കുന്നു. അതേ രൂപത്തിൽ വതംജീദുൽ അസ്വിറതി, വളകളുടെ തംജീദ കേൾക്കുന്നത് അല്ലാഹനെ മഹത്വപ്പെടുത്തുകയാണ്. കയ്യിൽ ധരിച്ച വളകൾ, രണ്ട് തണ്ടം കൈയിലും വളകളുണ്ട്. വഇന്ന അഖ്ദൽ യാഖൂത്ത്, മാണിക്യത്തിനാലുള്ള
അവരുടെ മാലകളുണ്ടല്ലോ തൂക്കിയിട്ടിരിക്കുന്നത് യൽഹഖു ഫീ നഹരിഹാ, അവരുടെ നെഞ്ചിന്റെ ഭാഗത്ത് കിടന്നത് പ്രശോഭിക്കുന്നുണ്ട്. അവരുടെ കാലിൽ നഅലാനി മിൻ ദഹബ്, സ്വർണത്തിനാലുള്ള ചെരുപ്പുകളുണ്ട്. ശിറാഖുഹുമാ മിൻ ലുഅ്ലുഇൻ, ആ ചെരുപ്പിന്റെ വാറ് മുത്തിനാലുള്ളതാണ്. തുസിറാനി, ആ വാറ് തസ്ബീഹിന്റെ ശബ്ദം മുഴക്കുന്നുണ്ട്. ഹൂറുല്ലീങ്ങൾ ധരിച്ച ചെരുപ്പിന്റെ വാറില്ലേ, ആ വാറിൽ നിന്നിങ്ങനെ ചവിട്ടുമ്പോൾ കേൾക്കുന്ന ടക്ക് ടക്ക് ശബ്ദം അല്ല, കേൾക്കുന്നത് തസ്ബീഹിന്റെ ശബ്ദമാണ്. അലാ കുല്ലി ഇംറാത്തിൻ സബ്ഹൂന ഹുല്ലാ, ഓരോ പെണ്ണിനും 70 ജോഡി വസ്ത്രമുണ്ട്. ലൈസത്ത് മിൻഹാ ഹുല്ലത്തുൻ അലാ ലൗനിൽ ഉഖ്റാ, ഒരേ നിറം, അതിൽ നിന്ന് ഒന്നിനും മറ്റൊന്നിനോട് സാമ്യമാകുന്ന നിറമില്ല. 70 ജോഡി വ്യത്യസ്ത തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അള്ളാഹു കൊടുത്തിരിക്കുന്നത്. അതേ വസബ്ഊന ലൗനം മിനത്വീബ്, 70 തരം സുഗന്ധങ്ങളുണ്ട്. ഒറ്റ സുഗന്ധവും മറ്റൊന്നിന്റെ കളറിലല്ല. ലികുല്ലി ഇംറാത്തിൻ സബ്ഊന സരീറാ, ഓരോ ഹൂരിക്കും 70 കട്ടിലുകളുണ്ട്. ഇത് പറയുമ്പോൾ നമ്മളെ സഹോദരിമാരവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇനി കാര്യമായിട്ട് ആ സ്വർഗത്തിൽ കാര്യമായിട്ടൊന്നുമില്ലേ? ഇന്ന് ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ കിടക്കൂല. സ്വർഗത്തിലെത്തുന്ന ഈ ദുനിയാവിലെ തരുണീമണികളായ ഉമ്മമാരെ പറ്റി, പെങ്ങന്മാരെ പറ്റി ഒരു ഭാഗം അസ്ഹാബുൽ യമീൻ വിശദീകരിച്ച് അവസാനം വരുന്നുണ്ട്. അവിടെ ഞാനത് പറയും. ഉമ്മമാരെ, നിങ്ങളൊക്കെ ആ സ്വർഗത്തിലെ തരുണികളിൽ പെടണം എന്നാണ് നമ്മുടെ താല്പര്യം. അള്ളാഹു പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സഹോദരിമാരെയും ഉമ്മമാരെയും ഭാര്യമാരെയൊക്കെ സ്വർഗത്തിൻ്റെ തരുണികളിൽ പെടുത്തി തരുമാറാകട്ടെ. സ്വർഗത്തിൻ്റെ തരുണിർമ്മങ്ങൾ ആമീൻ പറയാൻ മടിക്കേണ്ട പോലും വേറെ ആൾക്കും വഴിമാറി പോകൂല. പക്ഷെ പോകുന്ന അവസ്ഥ ഉണ്ട്, അത് നാളെ പറയും. അപ്പം ചിലപ്പോൾ ചില ആളുകൾക്ക് ഇവിടെ നിന്ന് ദുന്യാവിലുള്ള തരുണിയൊക്കെ നഷ്ടപ്പെടും. പടച്ചോനെ അങ്ങനെ ഉണ്ടോ? എന്നാ ഒന്ന് നന്നാകേണ്ടി വരും, തീർത്തും നന്നാകേണ്ടി വരും. ആ ഹദീസൊക്കെ ഇൻഷാ അല്ലാഹ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ച ഹദീസൊക്കെ നമുക്ക് നാളെ വായിക്കണം. ഹൂറുല്ലീങ്ങളെ പറ്റി പറഞ്ഞ ഒരു ഹദീസാണ്. ഒരുപാട് ഹദീസുകളുണ്ട്. ഈ ഹൂറുല്ലീങ്ങൾ അല്ലാഹു തആല പ്രത്യേകം സൃഷ്ടിച്ചു വെച്ചതാണ്. ദുനിയാവിൽ നിന്ന് പോകുന്ന സഹോദരിമാരല്ല ഇത് സ്വർഗത്തിൽ മലക്കുകളുടെ തസ്ബീഹിനാൽ അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച ഒരു പ്രത്യേക തരം സുഖത്തിന് വേണ്ടി, സല്ലാപത്തിന് വേണ്ടി അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ച തരുണീമണികൾ. അവരുടെ കാല്, ആ കാലിൽ ധരിച്ച ചെരുപ്പ്, ആ ചെരുപ്പിന്റെ വാറിന്റെ തസ്ബീഹ്, അവരുടെ ജോഡി വസ്ത്രങ്ങൾ, അവരുടെ അത്തറുകൾ, അവരുടെ വാസനകൾ, അവർക്കുള്ള കട്ടിൽ 70 തരം കട്ടില. ആ 70 കട്ടിലുകളും മിൻ യാഖൂതത്തിൻ അഹ്മർ, ചുവന്ന മാണിക്യം കൊണ്ട് നിർമ്മിതമായതാണ്. മൻസൂജത്തിൻ ബിദ്ദുർ, മുത്തുകൊണ്ട് ആ കട്ടിലിന്റെ പല ഭാഗങ്ങളും ഇങ്ങനെ വക്ക് പിടിപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അലാ കുല്ലി സരീറിൻ സബ്ഊന ഫിറാശ, ഓരോ കട്ടിലും 70 തരം വിരിപ്പുകളുണ്ട്. ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, അതിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് പട്ടിന്റെ നൂലുകളാണ്. പട്ടിന്റെ നൂലായതുകൊണ്ട് ഇരിക്കുന്നവന് ഒരു നിലക്കും ഊരവേദനയോ. നമ്മൾ ഈ ഉന്നക്കിടക്കയിൽ കിടക്കും പോലെയല്ല, സ്വർഗത്തിലെ ഏറ്റവും നല്ല പട്ടുകൊണ്ടാണ് അതിന്റെ ഉള്ളു നിറച്ചിരിക്കുന്നത്. സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞില്ലേ, മുത്തഖീന അലാ ഫുറുഷിൻ ബതാഇനുഹാ മിൻ ഇസ്തബ്റഖ്, അതിന്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് ഏറ്റവും നല്ല മിനുസമുള്ള പട്ടിന്റെ നൂലുകൾ കൊണ്ട് അല്ലാഹു നിറച്ചിരിക്കുകയാണ്. വഫൗഖ സബീന, ആ 70 വിരിപ്പിന്റെ മേലെ ഫിറാശൻ സബ്ഊന അരീകതൻ, 70 കട്ടിലുകളുണ്ട്. ലികുല്ലി ഇംറാത്തിൻ മിൻഹും സബ്ഊന വസീഫാ, ഓരോ പെണ്ണിനും അതാ 70 തരം അല്ലാഹു സുബ്ഹാനഹു വ തആല 70 തരം സുഖവസ്തുക്കൾ നൽകിയിരിക്കുകയാണ്. 70 തരം തളികകളുണ്ട്. ഓരോ തളികയിലും അതാ സ്വർണത്തിനാലുള്ള 2 പാത്രങ്ങളുണ്ട്. അതിൽ ഓരോന്നിലും വ്യത്യസ്ത തരം ഭക്ഷണങ്ങളുണ്ട്. ഒരു ഭക്ഷണം എടുത്ത് ഭക്ഷിച്ചാൽ അതേ രുചിയുള്ളത് മറ്റൊന്നിന് കാണൂല. ഇത് സ്വർഗത്തിലെ ഹൂരിക്ക് പറഞ്ഞ ഗുണമാണെങ്കിൽ ഹൂറുല്ലീങ്ങൾക്ക് ഇണയായി വരുന്ന സൗജില്ലേ, ഭർത്താവില്ലേ, സൗജായി വരുന്ന ഇണയില്ലേ, ആ ഇണക്കും ഇതുപോലെ അതിർപ്പങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ചെരുപ്പും ഈ ജോഡിയും ഈ അത്തറൊക്കെ പെണ്ണിനാ. ആ പെണ്ണിനെ സ്വീകരിക്കുന്ന ഇണക്കും അല്ലാഹു തആല അതുപോലെ കൊടുക്കുന്നുണ്ട് എന്നാണ് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്.
ആ ഹൂറുല്യങ്ങളെ സ്വർഗത്തിലെത്തിയിട്ട് അവരാ സംഗമത്തിൽ ഹൂറുല്യങ്ങളൊക്കെ ഒരു പാട്ട് പാടും. സുബ്ഹാനല്ലാഹ് യർഫഅന ബിഅസ്വാത്തിൻ, ശബ്ദം ഉയർത്തിയിട്ട് അവരൊരു പാട്ട് പാടും. ലം യസ്മഇൽ ഖലായിഖു മിസ്ലഹാ, അതുപോലത്തൊരു പാട്ട് ഒരൊറ്റ സൃഷ്ടിയും കേട്ടിട്ടില്ല. ആ പാട്ട് ഹൂറുല്യങ്ങളെ പാട്ട് കേൾക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പാട്ടിന് നമ്മുടെ കയ്യിൽ അത് കേൾക്കണമെങ്കിൽ ഒരു ആയുധം വേണം. അതെന്താണെന്നറിയോ നിങ്ങൾ? വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം നന്നായി നടത്തണം, നന്നായി കേൾക്കണം. വേറെ ഒരു ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വീണവിളിയും അതുപോലുള്ള കൊട്ടും കൊരവയും അനാവശ്യമൊക്കെ കേൾക്കുന്ന ആളുകൾ ഹൂറുല്യങ്ങളെ പാട്ട് കേൾക്കൂല എന്നുണ്ട് മറ്റൊരു ഹദീസിൽ. അപ്പോൾ അത് കേൾക്കണമെങ്കിൽ നമ്മൾ കാതിനൊക്കെ നല്ല പരിശുദ്ധി വേണം. അവിടെ വെച്ച് ഹൂറുല്യങ്ങൾ പറയും, നഹ്നുൽ ഖാലിദാതു ഫലാ നബീദു നഹ്നുൻ നായിമാതു ഫലാ നബ്അസു നഹ്നു റാളിയാതു ഫലാ നസ്ഖതു തുബാ ലിമൻ കാന വകുന്നാ ലഹു. ഹൂറുല്യങ്ങൾക്കൊരു സംഗമമുണ്ട്, ഒരു സമ്മേളനമുണ്ട്. അതിലവർ പറയുകയാണ്, നഹ്നുൽ ഖാലിദാത്തു, ഞങ്ങളൊന്നും ഇങ്ങനെ തന്നെയാണ്. ഫലാ നബീദു, ഞങ്ങൾക്ക് മാറ്റം വരൂല. നഹ്നുൻ നായിമാത്തു, ഞങ്ങളൊന്നും സുഖലോലുപ വസ്തുക്കളാണ്, എന്നും മൃദുല ശരീരങ്ങളാണ്. ഫലാ നബ്അസു, ചുക്കിച്ചുളിയൂല. നഹ്നുർ റാളിയാത്തു, ഞങ്ങളൊന്നും തൃപ്തിപ്പെടുത്തുന്നവരാണ്, ഞങ്ങളൊരിക്കലും ദേഷ്യം പിടിക്കൂല. തുബാ ലിമൻ കാന വകുന്നാ ലഹു, ഞങ്ങളാര് സ്വീകരിക്കുന്നുവോ അവർക്കും, ഞങ്ങൾക്കാരാണോ വരുന്നത് അവർക്കും സന്തോഷമാണ്. വഹൂറുൻ ഈൻ കഅംസാലിൽ ലുഅ്ലുഇൽ മക്നൂൻ, അല്ലാഹു തആല പ്രത്യേകം തയ്യാറാക്കി വെച്ച ഈ ഹൂറുല്യങ്ങൾ അവരതാ ചിപ്പിക്കകത്ത് മറപ്പിച്ചു വെച്ച മുത്തുകളെ പോലെയാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല ഒരു കാര്യം പറയുന്നുണ്ട്, ജസാഅം ബിമാ കാനൂ യഅമലൂൻ. അവിടെയാണ് സാബിഖീങ്ങളുടെ അമലിന്റെ വലുപ്പം. ജസാഅൻ, ഇതൊക്കെ അല്ലാഹു തആല കൊടുക്കുന്നത് റബ്ബിന്റെ ഔദാര്യമാണ്. പക്ഷേ റബ്ബിന്റെ ഔദാര്യമാണെങ്കിലും അല്ലാഹു തആല അതിൽ എടുത്തു പറയുന്ന ഒരു കാരണം ജസാഅൻ, പ്രതിഫലമായിട്ടാണ്. ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്യുന്ന അമലിന് പ്രതിഫലമായിട്ട്. എത്ര വലിയ അമല അവരൊക്കെ ചെയ്തത്. 33 വയസ്സിൽ 33ാമത്തെ വയസ്സിൽ ദീനിന് വേണ്ടി ഷഹാദത്ത് വരിച്ച മഹാനല്ലേ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ചെറിയ വയസ്സല്ലേ. ആ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മൂത്തത്തിന്റെ രണാങ്കണത്തിലേക്ക് നീങ്ങുമ്പോ ചെറിയ മക്കളുണ്ട്, പ്രായപൂർത്തിയെത്താത്ത യതീമുകളുണ്ട്. അവർക്ക് വീട്ടിൽ അവർ ബാപ്പയുടെ വരവും കാത്തു കഴിയുന്നു. ആ മക്കളെ കണ്ടപ്പോൾ എങ്ങനെ വിഷയം പറയണമെന്നറിയാതെ കരഞ്ഞുപോയി ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് പറയാൻ മഹാനവറുകളുടെ വീട്ടിലേക്ക് പോയപ്പോൾ മുറ്റത്ത് ഈ ചെറിയ കുട്ടികളെ കണ്ടു. അവരെല്ലാവരെയും തങ്ങൾ വാരിയെടുത്ത് ഒക്കത്തിരുത്തി, കുട്ടികളെ മടിയിലിരുത്തി, അവരെ തലയിൽ ഇങ്ങനെ കൈവച്ചു. ഇതെങ്ങനെ പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിക്കുകയാണ്. കാരണം ഈ കുട്ടികളെ കാണുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്നത് ആര് വരാനാണ്? ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വരവും കാത്തു കഴിയുകയാണ്. ഉള്ളിൽ താമസിക്കുന്ന തന്റെ ജീവിതത്തിന്റെ വികാര വിചാരങ്ങൾ മുഴുവനും ശമിക്കാത്ത ജാഫർ തങ്ങളുടെ ഭാര്യയോട് വിഷയം പറഞ്ഞപ്പോൾ ഉള്ളിലുള്ള ഭാര്യയും ഉമ്മയും കുടുംബാംഗങ്ങളും മൊത്തം കരഞ്ഞുപോയി. അവർ സങ്കടത്തിലായി. അതുകൊണ്ടാണ് മറ്റു വീട്ടുകാരെ വിളിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഇസ്നഉ ആല ജഅഫറിൻ തആമാ, ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ജാഫർ തങ്ങളെ കുടുംബത്തിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കൂ ജനങ്ങളെ. ഈ ചെറിയ മക്കളെയും വിട്ട് ജാഫർ തങ്ങൾ പോയതിൽ അവർ സങ്കടത്തിലാണ്. ഇന്നവര് ഭക്ഷണം ഉണ്ടാക്കൂല, അതുകൊണ്ട് നിങ്ങൾ പോയി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെന്ന് മറ്റു വീട്ടുകാരെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ജാഫർ തങ്ങളെ അമല് നോക്ക് സഹോദരങ്ങളെ. ഞാൻ അമലിനൊരു ഉദാഹരണം പറയുകയാണ്. മൂത്തത്ത് രണാങ്കണ
ഗണത്തിൽ മുന്നോട്ട് നീങ്ങുമ്പോ മഹാനവറുകൾ പറയുന്നത് യാ ഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ ത്വയ്യിബത്തുൻ ബാരിദത്തുൻ ശറാബുഹാ വറൂമു റൂമുൻ ഖദ്ദനാ ആദാബുഹാ അലയ്യ ഇല്ലാ ഖൈതു ഖാലിറാബുഹാ. സ്വർഗം, യാ ഹബ്ബദൽ ജന്ന, സ്വർഗം എന്തൊരു സന്തോഷമാണ്. വഖ്തിറാബുഹാ, സ്വർഗം ഇതാ അടുത്തടുത്ത് വന്നിരിക്കുന്നു. ബാരീദത്തുൻ ത്വയ്യിബത്തുൻ ബാരീദത്തുൻ ശറാബുഹാ, സ്വർഗത്തിലെ പാനീയം എന്തൊരു തണുത്ത പാനീയമാണ്, കുടിക്കാൻ എന്തൊരു സുഗന്ധമുള്ള പാനീയമാണ്. ആരും വേണ്ടെന്ന് പറയില്ലല്ലോ. ഇവിടെ വെച്ച് നീട്ടിയാലും ഒരു പക്ഷേ വേണ്ടാന്ന് പറഞ്ഞേക്കും, അവിടെ വേണ്ടെന്ന് ആരും പറയൂല. പതാക പിടിച്ച് മുന്നോട്ട് നീങ്ങിയപ്പോൾ വലത്തെ കൈയിന്റെ മുട്ടിന്റെ ഭാഗത്തേക്ക് വിട്ടുകൊണ്ടു. ജാഫർ റളിയല്ലാഹു അൻഹു പിൻവാങ്ങിയില്ല. വീണ്ടും ഇടത്തെ കൈയിൽ പതാക പിടിച്ച് മുന്നോട്ട് നീങ്ങി. വലത്തെ കൈയിന്റെ തോളുഭാഗത്ത് വിട്ടുകൊണ്ട് വീണു. ജാഫർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് നീങ്ങി. ഇടത്തെ കൈയിന്റെ മുട്ടിൻ ഭാഗത്ത് വിട്ടു വീണു. പിന്നെ ഇടത്തെ കൈയിന്റെ തോളുഭാഗത്ത് വിട്ടു വീണു. രണ്ട് കൈയും പൂർണ്ണമായി ഷഹീദായി. ശരീരത്തിൽ വിട്ടുകൊണ്ട് ജാഫർ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൽ വീണു. മഹാനവറുകളെ താങ്ങിപ്പിടിച്ച് ടെന്റിലേക്ക് കൊണ്ടുവന്നു. വെള്ളം കൊടുക്കാൻ വേണ്ടി വെള്ളപ്പാത്രവുമായി ചെന്നപ്പെടല്ലേ, അവരൊക്കെ അമല് കേൾക്കുമ്പോ നമ്മൾ നാണിക്കുകയാണ്. ജാഫർ തങ്ങൾക്ക് എത്രമാത്രം വെള്ളത്തിന് ദാഹമുണ്ടാകും, ശരീരത്തിൽ നിന്ന് എത്രമാത്രം രക്തം ഒലിച്ചു പോയിട്ടുണ്ട്. ജാഫർ തങ്ങളെ വെള്ളം വേണ്ടേ? മഹാനവറുകൾ പറയുന്നത് വെള്ളം ഇവിടെ വെക്കൂ. ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. സൂര്യൻ അസ്തമിക്കുമ്പോ ഹയാത്തിലുണ്ടെങ്കിൽ കുടിച്ചുകൊള്ളാം, ഇപ്പോൾ എനിക്ക് വെള്ളം വേണ്ട. സഹോദരങ്ങളെ, ശരീരത്തിൽ നിന്ന് ഇത്രമാത്രം രക്തം ഒലിച്ചു പോയിട്ടും ഇത്രമാത്രം വിശപ്പും ദാഹവും ഉണ്ടായിട്ടും അള്ളാഹുവിന് വേണ്ടി നോറ്റ നോമ്പിന്റെ പരിശുദ്ധി നിലനിർത്തിപ്പോയി. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം വേണ്ട. വെള്ളം അവിടെ വെക്കുന്നു. മഗ്രിബാകുന്ന നേരത്തൊരാൾ പോയി നോക്കുന്നു വെള്ളം കൊടുക്കാൻ. അപ്പോഴേക്ക് ജാഫർ തങ്ങൾ നീങ്ങിപ്പോയി. ആ ജാഫർ തങ്ങളെ കണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടിട്ടല്ലേ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വജഅഫറുനില്ലദീ യുംസി വയുൽഹി യതീറു മഅൽ മലായികതു ബിനുമ്മി. മലക്കുകളുടെ കൂടെ അല്ലാഹു തആല പ്രത്യേകം ചിറക് നൽകിയിട്ട്, രണ്ട് കൈയും പോയല്ലോ, ആ രണ്ട് കൈയിന്റെ സ്ഥാനത്ത് സ്പെഷ്യൽ ചിറക് നൽകിയിട്ട് മലക്കുകളെ കൂടെ ജാഫർ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ പാറി പറക്കുന്നത് ഞാൻ കണ്ടു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ അമലിന്റെ കടുപ്പം നോക്ക് നിങ്ങൾ. ഉമ്മമാരെ മറക്കണ്ട. സയ്യിദത്തുനാ ബീവി നഫീസ റളിയല്ലാഹു അൻഹ, ബീവി നഫീസ റളിയല്ലാഹു അൻഹ എന്തൊരു മഹതിയാണ്. അവസാന ഘട്ടത്തിൽ രോഗം മൂർജിച്ചപ്പോ ഭർത്താവും കൂട്ടരും പോയിട്ട് ഡോക്ടർമാരെ കൊണ്ടുവന്നു. ഡോക്ടർമാര് മഹദിയോട് പറഞ്ഞു, ഒന്ന് നോമ്പ് മുറുക്കി ഈ മരുന്നൊന്ന് കഴിക്കണം, നിങ്ങൾക്ക് രോഗം കൂടുതലാണല്ലോ, ഒന്ന് നോമ്പ് മുറിക്കണം, നോമ്പ് ഒഴിവാക്കണം, ഒന്ന് മരുന്ന് കഴിക്കണം. നഫീസ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, നോമ്പ് ഒഴിവാക്കാൻ നിങ്ങൾ എന്നോട് പറയരുത്. കാരണം 30 കൊല്ലമായി ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, അല്ലാഹുമ്മ തവഫനി സ്വായിമാ. റബ്ബേ, നിന്റെ അടുക്കൽ സംസാരിക്കാൻ നീ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നാവ് നോമ്പുകാരന്റെ നാവല്ലേ, അതുകൊണ്ട് എന്നെ നോമ്പിലായി പിടിക്കണേ. ഇസ്രിഫു അന്നി ത്വബീബി വദഊനി വഹബീബി. ഡോക്ടർമാരെ നിങ്ങൾ പിരിച്ചു കൊണ്ടുപോയിക്കോളൂ, എന്നെയും എൻ്റെ ഹബീബായ റബ്ബിനെയും വേറിട്ടു നിർത്തൂ. അവസാനത്തെ സമയത്തും ഖുർആനല്ലേ, മരിക്കുന്ന നേരത്തും ഖുർആനല്ലേ ഓതിക്കൊണ്ടിരിക്കുന്നത്. മരണമാകും എണ്ട് ബിണ്ടില് ഓതി അൻആമാനേ, മനിദാ സൂറത്ത് തീരും മുമ്പ് മൗത്തായാനേ. അൻആമു സൂറത്ത് അങ്ങനെ ഓതുകയാണ്. കിടക്കാൻ ഒരുക്കി വെച്ച അറയാകുന്ന ഖബർ ഷരീഫിൽ
ഏറ്റവും വലിയ അഭിപ്രായം പറഞ്ഞാൽ 1000-ലധികം വരുന്ന ഖത്മ് തീർത്തിട്ടുണ്ട് എന്നാ പണ്ഡിതന്മാര് പറഞ്ഞത്. കിടക്കാനുള്ള കിടപ്പറ ഒരുക്കി അതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് 1000-ഓളം ഖത്മ് തീർത്തിട്ടുണ്ട്. ആ നഫീസ ബീവി റളിയല്ലാഹു അൻഹ അവസാനവും ഖുർആനോത്തിലാണ്. കാരണം കിട്ടുന്ന സമയം കളയരുത് എന്നാണ് അവരെ ചിന്ത. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത അമലിന് അല്ലാഹു കൊടുക്കുന്ന ഒരു ജസാ ആണ്, ഒരു പ്രതിഫലമാണെന്ന് പറയുമ്പോൾ അവരുടെ അമലിന്റെ വലുപ്പം കൂടി അവിടെ മനസ്സിലാക്കാനുണ്ട്. റബ്ബ് ഈ കൊടുക്കുന്നത് അമലിനെ അളന്നു മുറിച്ചല്ല, ഒരുപാട് ഔദാര്യം അതിലുണ്ട്, റബ്ബിന്റെ ഒരുപാട് ധർമ്മമുണ്ട്. എന്നാലും അവരെ അമല് അല്ലാഹു തആല എടുത്തു പറഞ്ഞല്ലോ, അത് സാധാ അമലല്ല, കഠിനാധ്വാനമുണ്ട്, സുന്നത്തുകളുമായി സല്ലപിച്ചിട്ടുണ്ട്, ഒരുപാട് സുന്നത്തുകൾ നിത്യമാക്കി നടന്നിട്ടുണ്ട്, ഫർളിൽ വല്ലാതെ കണിശത കാണിച്ചിട്ടുണ്ട്, ഹറാമിനോട് പൂർണ്ണമായും മുഖം തിരിഞ്ഞ് നടന്നിട്ടുണ്ട്, കറാഹത്ത് വരാതെ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ട്. ആ മഹദി സൂറത്തുൽ അൻആം ഓതുകയാണ്. നഫീസ റളിയല്ലാഹു അൻഹ സൂറത്തുൽ അൻആം ഓതുന്നു. ഓതി അവസാനം നിർത്തുന്നത് ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. വിശ്വാസികൾക്ക് അല്ലാഹു തആല ഒരുക്കുന്ന സ്വർഗ്ഗത്തിൽ ഒരു കേന്ദ്രമാണ് ദാറുസ്സലാം. അവർക്ക് ദാറുസ്സലാം എന്ന സ്വർഗമുണ്ട്. വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത അമല് കാരണം അത് കൊടുക്കുമെന്ന് അല്ലാഹു ഏറ്റെടുത്തവനാണ്. ഇവിടെ സൂറത്തുൽ വാഖിയയില് സാബിഖീങ്ങളുടെ അവസ്ഥ പറഞ്ഞപ്പോ അതിന്റെ അവസാനമായിട്ട് അല്ലാഹു പറയുന്നത് ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവരെ അമല് നമ്മളെ അമലും അവരെ അമലും ഒന്ന് പെറുക്കി നോക്കുമ്പോൾ നമുക്ക് കാര്യമായിട്ട് അമലൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പേരിന് സുന്നികളാണ്. പറയാൻ ഞാൻ മടിക്കൂല, കേൾക്കാൻ നിങ്ങളും മടിക്കരുത്. പേരിന് നമ്മളൊക്കെ സുന്നികളാണ്, പക്ഷെ സുന്നത്ത് നമ്മളിൽ തുലോം കണക്കിന് കുറവാണ്. നിങ്ങളെ നാട്ടിലൊക്കെ പുരുഷന്മാരൊന്ന് നോക്കൂ, ജുമാ നിസ്കാരം കഴിഞ്ഞാൽ പള്ളിൻ്റെ ഉള്ളിലേക്കൊന്ന് നോക്കൂ, എത്ര ആൾ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടാവും? ഇങ്ങനെ എണ്ണിയാൽ തീരും. 10 പേരിൽ മുഴുമിപ്പിക്കാൻ കഴിയൂല. ഈ ഒഴിഞ്ഞു പോയ ആൾക്കാരൊക്കെ തിരക്കിട്ട് പോയതാ, അവർ സർവ്വ സ്ഥലത്തും ഒരുമിച്ച് കൂടി നിന്ന് വർത്തമാനം പറയും. 2 റക്അത്ത് നിസ്കരിക്കാൻ അവർക്ക് നേരമില്ല. നമുക്ക് നമ്മുടെ മടിയാ ഞാനീ പറയുന്നത്. ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് നേരമില്ല. മുഅക്കദായ ഒരു 10 റക്അത്ത് റവാത്തിബ്. നമ്മളൊക്കെ ഹനഫി മദ്ഹബിലുള്ള സാധാരണക്കാരൻ നിസ്കാരം കണ്ടാൽ നമ്മളൊക്കെ നാണിച്ചു പോകും. ഹനഫി മദ്ഹബിലുള്ള സാധാരണ ജനങ്ങൾ അവർ അവ്വാബി നിസ്കാരം 36 റക്അത്ത് നിസ്കരിച്ചു. സുന്നത്ത് നിസ്കാരാണത്. അതേ രൂപത്തിൽ അതാ ളുഹാ നിസ്കരിക്കും 8 റക്അത്ത്, മറ്റൊരു കൗല് പ്രകാരം 12. അതേ രൂപത്തിൽ വിത്ർ നിസ്കരിക്കും 11. വിത്ർ അവർക്ക് വാജിബാണ്, വിത്ർ 11 നിസ്കരിക്കും. നമ്മൾ 11 നിസ്കരിക്കണമെങ്കിൽ അത്രയും ആക്റ്റീവായി പറഞ്ഞ് ജനങ്ങളെ കൽബിലേക്ക് ഇറക്കിയ ഏതെങ്കിലും ഒരു ഉസ്താദ് പള്ളിയിൽ വേണ്ടി വരും. എന്നാൽ തന്നെ 27-ാവിനേക്കാൾ പക്ഷേ നടക്കുക. ഇത് എന്നാണ് ഈ പറയുന്നത്? ആ അമലൊക്കെ ചേർത്ത് നോക്കുമ്പോഴേ നമ്മൾ വളരെ കുറഞ്ഞ അമലുള്ളവരാണ്. ഒന്ന് ഖുർആൻ ചില ആൾക്കാർക്കൊക്കെ ഖത്മ് തീർക്കണമെങ്കിൽ റമദാൻ മാസം വന്നെങ്കിലേ കഴിയുള്ളൂ, അതിൻ്റെ ഇടയ്ക്ക് കഴിയൂല. ഒരു ദിവസം ഒരു അരമണിക്കൂർ പങ്കിട്ടുകൊണ്ട് ഒരു ജുസ് ഓതിയാൽ ഒരു മാസമാകുമ്പോഴേക്കൊരു ഖത്താകൂലേ? നിങ്ങൾ തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഉലമാക്കൾ ഒരുപാട് നമ്മുടെ ഇടയിലുണ്ട്, സയ്യിദന്മാർ. ഒരു മാസം 3 ഖത്മ് തീർക്കുന്ന സയ്യിദന്മാർ ഇന്നുണ്ട്. പേര് ഞാൻ പറയൂല, അള്ളാഹു ആഫിയത്തിൽ ദീർഘായുസ്സ് കൊടുക്കട്ടെ. 3 ഖത്മ്, അവർക്ക് ഒരു മിനിറ്റ് ഒഴിവില്ല. ഓടുന്ന വാഹനത്തിൽ കണ്ണ് ചിമ്മാതെ വെച്ച് ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മാസമാകുമ്പോഴേക്കൊരു 3 ഖത്മെങ്കിലും അവർ തീർക്കുകയാണ്. ബാക്കി ടൈമിൽ അവർ മുഴുവനും ഇസ്ലാമിന്റെ ഖിദ്മത്തിലാണ്. നമ്മൾ പറയുന്നു നമുക്ക് നേരമില്ല. ബാക്കി എല്ലാത്തിനാണെങ്കിൽ നമുക്ക് നേരമുണ്ട്. 2.5 മണിക്കൂറൊക്കെ മഹാന്മാർക്ക് മെസ്സേജ് വായിക്കാൻ എന്തൊരു നേരമുണ്ട്? വായിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ആ സമയം ഒന്ന് പരിഗണിക്കുമ്പോൾ ഇതിനൊരു സമയം വേണ്ടേ നമുക്ക്? ഉള്ള വാട്സാപ്പിൻ്റെ നമ്പർ മുഴുവനും വാങ്ങിയേക്കും. ഏതെങ്കിലും ആൾക്കാർ പറഞ്ഞ ഒച്ചപ്പാട് മുഴുവനും കേൾക്കും. അത് ഒരു ഫലം അതിലില്ല. ആരെല്ലാം നമ്മൾ നെറ്റ് ഓണാക്കിയിട്ട് ആരെല്ലാം എവിടെല്ലാം പറഞ്ഞു വരുന്നുണ്ടോ ഒക്കെ അമർത്തി നോക്കിയിട്ട് ചിലപ്പോഴൊന്നും റേഞ്ച് കിട്ടാതാവുമ്പോൾ 25 മിനിറ്റൊക്കെ ആ കറങ്ങണ കറക്കത്തിൻ്റെ മുന്നിൽ ഇരിക്കുന്ന ഒരുപാട് മഹാഭാഗ്യവാന്മാരുണ്ട്. എന്നിട്ട് ഒന്ന് കറങ്ങി ഒന്ന് റെഡിയായി വന്നതിന് ശേഷം ഒന്ന് കേൾക്കുമ്പോഴാണ് ആനന്ദമാകുന്നത്. സുഹൃത്തെ, ഈ സമയം കൊല്ലുന്നത് നിർത്തിയിട്ട് 1/2 മണിക്കൂർ ഖുർആനോത്തിന് ലാസിമാക്കണം.
അതല്ലേ ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതല്. സുന്നത്ത് നിസ്കാരങ്ങൾ കുറക്കരുത്. മുഅക്കദായ സുന്നത്ത് 10 നമ്മൾ നിസ്കരിക്കണം. സുബ്ഹിന്റെ മുമ്പ് 2, ളുഹ്റിന്റെ മുമ്പ് 2, ശേഷം 2, മഗ്രിബിന്റെ ശേഷം 2, ഇശാഇന്റെ ശേഷം 2, 10 റക്അത്ത് മുഅക്കദായ റവാത്തിബെങ്കിലും നിസ്കരിക്കണം. റവാത്തിബ് മുഴുവനും 4 റക്അത്ത് അടക്കം നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? നമ്മളെ കണ്ണിൽ ഒരു പക്ഷേ അവര് നിസ്സാരന്മാരാണ്. അതേ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കലോ അവര് മഹത്വമേറിയവരാണ്. പള്ളിയിൽ ദിനേന കയറിയിട്ട് തഹയ്യത്ത് നിസ്കരിക്കുന്ന എത്ര നല്ല മനുഷ്യന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നും ഹറമിൽ വന്ന് ത്വവാഫ് ചെയ്തിട്ട് തഹയ്യത്ത് കൊടുക്കുന്ന എത്ര നല്ല ജനങ്ങളുണ്ട്. എന്നും ഖുർആനിന്റെ മുന്നിൽ തപസ്സിരിക്കുന്ന എത്ര നല്ല മനുഷ്യന്മാരുണ്ട്. ഖുർആൻ ഓതാതെ കഴിയാതെ പോയാൽ അന്ന് സങ്കടപ്പെട്ട് കരഞ്ഞ എത്ര ആളുകളുണ്ട്. അവരും അമലും തമ്മിലുള്ള ആത്മബന്ധം നോക്കുമ്പോ നമ്മൾ സാധുക്കളല്ലേ, വളരെ പാവങ്ങളല്ലേ. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി സുന്നത്തുമായി സല്ലപിക്കണം, സുന്നത്തുമായി സഹകരിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനെ നന്നായി പരിഗണിച്ചതുകൊണ്ട് ഇമാമിങ്ങൾക്ക് വലിയ നേട്ടം കിട്ടിപ്പോയി. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു കുളിക്കുന്ന പുരയിൽ വസ്ത്രം മറച്ചുകൊണ്ട് കുളിച്ച കാരണം കൊണ്ട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ, നിങ്ങൾക്ക് എന്നും എൻ്റെ കാഴ്ചയുണ്ട്, മനാമിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. പലരും ഒഴിവാക്കിയ ഒരു സുന്നത്ത് നിങ്ങൾ സ്വീകരിച്ചല്ലോ. കുളിപ്പുരയിൽ കയറിയാൽ നഗ്നമായി കുളിക്കാം, ജായിസാണ്. പക്ഷേ അഫ്ളൽ എന്താണ്? മറയോടെ കുളിക്കലാണ്. മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള ഭാഗങ്ങൾ മറച്ചിട്ട് പുരുഷന്മാർ കുളിക്കലാണ് അഫ്ളല്. അങ്ങനെയുള്ള അഫ്ളല് സ്വീകരിച്ചപ്പോ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് സ്ഥാനം കിട്ടിപ്പോയി. അതുകൊണ്ട് അമലൊന്നും കുറക്കണ്ട, ഒരു അമലിലും പിറകോട്ട് പോകണ്ട. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും തബാറക സൂറത്ത് ഓതുന്ന, എന്നും ഇദാ വഖഅത്തി സൂറത്ത് ഓതുന്ന, എന്നും അർ-റഹ്മാൻ സൂറത്ത് ഓതുന്ന, എന്നും പതിവാക്കേണ്ട സൂറത്തുകൾ ഓതുന്ന മഹാന്മാർക്ക് എത്ര ഭാഗ്യം കൊടുത്തിട്ടുണ്ട്. സൂറത്ത് യാസീൻ എന്നും ഓതൽ സുന്നത്തുള്ള സൂറത്തല്ലേ. ആ സൂറത്ത് നമ്മൾ കാണാതെ പഠിക്കണമെന്ന് ആരാണ് ആഗ്രഹിച്ചത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് യാസീന്റെ മഹത്വങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, വദിത്തു അന്നഹാ ഫീ ഖൽബി കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിന്റെ ഖൽബിലും ഈ സൂറത്ത് ഉണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു. സൂറത്ത് യാസീൻ ഒന്ന് കാണാതെ ഓതണമെങ്കിലേ വേറെ ആരോ മൈക്കിൽ ഓതേണ്ടി വരും, വേറെ ആരോ ഉറക്ക ഓതേണ്ടി വരും. ഉറക്ക ഓതുന്ന ആളൊന്ന് കുറച്ചാൽ പതുക്കെ ഓതുന്ന നമ്മളും കുരക്കും. കാരണം അക്കൊരയും ഓത്തിൽ പെട്ടതാണെന്ന് നമ്മൾ വിശ്വസിക്കും. കാരണം അപ്പുറത്തേക്ക് ഓതാറില്ല. അതുകൊണ്ട് അതൊക്കെ നന്നായി ഓതാൻ പഠിക്കുന്നൊരു ശീലം അമല് കുറക്കരുത്. കഴിവിൻ്റെ പരമാവധി സുന്നത്തുകൾ എടുക്കണം. സുന്നത്തുകളോട് പുറംതിരിഞ്ഞ് നിൽക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സുന്നത്തിൻ്റെ മഹത്വം പഠിപ്പിച്ചെന്ന് നോക്ക്. നിങ്ങൾ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് തങ്ങൾ വീട്ടിലേക്ക് പോയി ഒരു ദിവസം, സഹീഹുൽ ബുഖാരിയിൽ കാണാം. ളുഹർ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഉമ്മമാരെ ഒരു സുന്നത്ത് നിസ്കാരം വിടണ്ട, അതിനാണ് ഞാനിത് പറയുന്നത്. ളുഹർ നിസ്കാരം കഴിഞ്ഞ് റവാത്തിബൊക്കെ തങ്ങൾ നിസ്കരിക്കൽ വീട്ടിൽ നിന്നാണ്. ളുഹർ നിസ്കാരം പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് ദിക്റും ദുആയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ വീട്ടുമുറ്റത്ത് 2 കുടുംബക്കാർ, 2 ഗോത്രക്കാർ, അവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് മസ്ലഹത്തിന് വന്നതാണ്. അപ്പൊ ഇവരെ പെട്ടെന്നൊന്ന് മസ്ലഹത്താക്കി വിടലാണ് ഖൈർ എന്നുള്ള നിലക്ക് തങ്ങൾ ആ ചർച്ചയിൽ അവിടെ ഇരുന്നു. കാരണം ഒരു തർക്കം പരിഹരിക്കാന്ന് പറഞ്ഞാൽ എത്ര നല്ല കാര്യമാണ്. അപ്പൊ തങ്ങൾ അവിടെ ഇരുന്നിട്ട് അന്യോന്യം ചർച്ചകൾ നടത്തി 2 കൂട്ടരെയും പരിഹരിച്ച് ഒരു പ്രശ്നമില്ലാതെ 2 കൂട്ടരെയും പിരിച്ചു വിടുമ്പോൾ അസ്ർ ബാങ്ക് കൊടുത്തു. അപ്പൊ എത്ര നേരം മസ്ലഹത്തിന്റെ ചർച്ച നടന്നു. നമ്മൾ പോകുമ്പോൾ പലതും മസ്ലഹത്താവൂല, നമ്മൾ വേഗം ഫിറാക്ക ഉണ്ടാക്കുക. ഒരു ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ മസ്ലഹത്തിന് പോയി ചോദിക്കും, എന്തേ കിട്ടാണ്ടോ? ആ കുറച്ച് കിട്ടണം, എന്നാ വാങ്ങിക്കോളി. കൊടുക്കാണ്ടോ? കൊടുത്താളി. തൊല്ലക്കുത്തു കഴിഞ്ഞു. യോജിപ്പിനാ പോകുന്നതെങ്കിൽ കഴിവിന്റെ പരമാവധി വിട്ടുവീഴ്ചയുടെ മാർഗങ്ങൾ സ്വീകരിച്ച് എങ്ങനെങ്കിലും ഒന്ന് ഒരു 2 മനസ്സ് ഒത്തു കിട്ടിയാൽ അത്രയും വലിയ ഖൈറല്ലേ. വസ്സുൽഹു ഖൈർ. അതിനാ ശ്രമിക്കണ്ട്.
ചില ആൾക്കാർ അത് കേടെടുത്തിട്ട് പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഈ രണ്ടുപേർക്കും തോന്നുന്നു ചോദിച്ചാൽ തിരക്കടില്ല. അപ്പോഴേക്ക് പിന്നെ രണ്ടാളും കൊതിക്കുന്നത് എന്താ? ആ പെണ്ണിനെ സ്വീകരിച്ച ഭർത്താവ് മരിച്ചു കിട്ടണം, ഇയാൾ കിട്ടിയ ഭാര്യയും മരണപ്പെട്ട് കിട്ടണം. ആ തരത്തിൽ അത് അന്നത്തെ മസ്ലഹത്ത് ശരിയാത്തോണ്ടാണ്. അപ്പൊ ഇത്രയും നേരം മസ്ലഹത്തിന് 3 മണിക്കൂറിലധികം തങ്ങൾ ചെലവഴിച്ചത് പരിഹരിച്ചു വിട്ടു. എൻ്റെ വിഷയം അവിടെ അല്ല. അപ്പൊ അസ്ർവാൻ കൊടുത്തല്ലോ. അസ്ർവാൻ കൊടുത്തപ്പോൾ അസറിന്റെ സുന്നത്ത് നിസ്കരിച്ച് നബി തങ്ങൾ ജമാഅത്തിന് പോയിട്ട് അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ലുഹറിന്റെ ശേഷമുള്ള 2 റക്അത്ത് ഖളാ കിട്ടി. അപ്പൊ സുന്നത്തിന്റെ വലുപ്പത്രേ. ലുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കാൻ കഴിയാതിരുന്നത് എന്താ? ഉറങ്ങിയിട്ടല്ല, തങ്ങൾ വേറെന്താ ശോലപ്പെട്ടല്ല, മസ്ലഹത്തിന് വേണ്ടി ഇരുന്നതാ. അതിന് അല്ലാഹു എമ്പാടും കൂലി കൊടുക്കും. ആ 2 കുടുംബങ്ങളെ യോജിപ്പിച്ചു, പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു, നല്ല ഇണക്കപ്പെടുത്തി ഐക്യപ്പെടുത്തി വിട്ടു. തീരുമ്പോഴേക്ക് സമയം കുറേയായി, അസ്ർവാൻ കൊടുത്തു. ആ ലുഹറിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കരിക്കുന്നത് അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ്. എത്രമാത്രം വലിയ മഹത്തുണ്ട് നിങ്ങൾ നോക്ക്. അതുകൊണ്ട് ഒരു സുന്നത്തും പോയി പോകരുത്. കഴിവിൻ്റെ പരമാവധി സുന്നത്തുകളൊക്കെ എടുക്കണം, സുന്നത്തുകൾ സജീവത പാലിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ ഒരു 10 റക്അത്തെങ്കിലും നമ്മൾ ഭംഗിയാക്കി നിസ്കരിക്കണം. ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് തീരെ ദിക്ർ ചൊല്ലാൻ 1 മിനിറ്റ് കൂടി ചിലർക്ക് സമയമില്ല. നിങ്ങൾ പോകുകയാണെങ്കിൽ പൊയ്ക്കോളി, തിരക്കിട്ട്. പക്ഷെ ആ പോകുന്ന പോക്കിൽ ചൊല്ലിക്കോളി. ഒരാൾ എണീറ്റ് പോയി എന്ന് കരുതിയിട്ട് ദിക്റിന്റെ സുന്നത്ത് പോകുമോ? അതൊന്നും പോകൂല. വൻസിറാഫുഹു ലാ യുനാഫി നദ്ബ ദിക്രി. ഫത്തുൽ മീൻ അടക്കം പറഞ്ഞല്ലോ, ഒരാൾ അവിടുന്ന് പിരിഞ്ഞു പോയി എന്ന് എഴുതിയിട്ട് ദിക്റിന്റെ സുന്നത്തിനോട് എതിരാകുന്നില്ല. സുന്നത്തുണ്ട്. ഒരാൾ അങ്ങനെ പോകുകയാണ്, പോകുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ് അല്ലദീം ബാക്കി തസ്ബീഹും ദിക്റൊക്കെ ചൊല്ലിക്കോട്ടെ. ആര് ചൊല്ലുന്നത്? ഇരിക്കുമ്പോഴേക്കും സലാം വീട്ടി കഴിഞ്ഞാൽ തന്നെ ചില ആൾക്കാർ ക്ലിക്ക് ഓണാക്കി, പിന്നെ മുഴുവൻ ദിക്റും മുഴുവൻ ചിന്തയും അതിൻ്റെ ഉള്ളിലാണ്. എങ്ങനെങ്കിലും ഒന്ന് ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ പറഞ്ഞ് കിട്ടാൻ നിൽക്കണം. ഒറ്റ ഓട്ടോട് നോടാൻ ദിക്റുമില്ല, ഒന്നുമില്ല. നമ്മളെ ശ്രദ്ധക്കുറവ് എത്രമാത്രം നമ്മളെ ബാധിച്ചു എന്നറിയും നിങ്ങൾ. സുന്നത്തിനോടുള്ള പിന്മാറ്റം. സഹോദരിമാരെ, നിസ്കാരക്കുപ്പായം അഴിച്ചിട്ട് പെട്ടെന്ന് അടുക്കളയിലേക്ക് പോകേണ്ട സാഹചര്യമാണെങ്കിലും നാവിൻ തുമ്പിലെ ആയത്തിൽ കുർസി വിടണ്ട, അസ്തഗ്ഫിറുല്ലാഹൽ അലീം മുതലുള്ള ദിക്ർ വിടണ്ട, 33 സുബ്ഹാനല്ലാഹ് ഒഴിവാക്കണ്ട, 33 അൽഹംദുലില്ലാഹ് വിടണ്ട, 33 അല്ലാഹു അക്ബർ വിടണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ് ലഹുൽ മുൽക്കു വൽ ഹംദു യുമീതു അലാ കുല്ലി ഷൈഇൻ ഖദീർ ഒന്ന് വിടണ്ട, 10 തഹ്ലീൽ ഒഴിവാക്കണ്ട. സ്വർഗത്തിലേക്ക് എത്താൻ യുദ്ധത്തിന് പോകാൻ കഴിവില്ലാത്ത, പണം ചെലവഴിക്കാൻ കഴിവില്ലാത്ത നിർധനരായ സ്വഹാബിമാര് വന്ന്, വലിയ വലിയ പണക്കാരായ സ്വഹാബിമാര് ഇഷ്ടം പോലെ ദീനിന് കൊടുത്തു. ആരോഗ്യമുള്ളവര് ശരീരം കൊണ്ട് ആരോഗ്യം ചെലവഴിച്ച് ദീനിന് ഇസ്സത്ത് നൽകി. ഞങ്ങൾക്കൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ ആ ഫക്കീറന്മാരെ പട്ടികയിലാണ്. ശരീരം നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടില്ല, സമ്പത്ത് മൊത്തം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അവർക്ക് സ്വർഗത്തിലേക്ക് തങ്ങൾ വഴി പറഞ്ഞു കൊടുത്തത് നിസ്കാരത്തിന്റെ ശേഷം ഈ ദിക്ർ വിടാതെ ചൊല്ലിക്കോ. അതുകൊണ്ട് നിങ്ങൾ തിരക്കെട്ട് എണീറ്റ് പോയാലും ദിക്റിന്റെ സുന്നത്ത് പോകൂല. ചിലപ്പോഴൊക്കെ അങ്ങനെ എണീറ്റ് പോകേണ്ടി വരും. പോകേണ്ടതില്ലെങ്കിൽ ഉമ്മമാരെ അന്നുസ്കാരക്കുപ്പായത്തിൽ അവിടെ തന്നെ ഇരുന്ന് ദിക്റൊക്കെ കഴിഞ്ഞ് ദ്വാരന്നിട്ടേ പോകാവൂ. അങ്ങനെ കഴിയുന്ന സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. കാരണം നിസ്കാരത്തിന്റെ ശേഷമുള്ള ദുആ ഇജാബത്തുള്ള ദുആയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് വിടരുത്. അത് നമ്മൾ കുറഞ്ഞ ദുആണെങ്കിലും ദ്വാരക്കണം. നമ്മളിൽ ആ സുന്നത്തൊക്കെ നേലിക്കണം. ഇനി കുറേ ദ്വാരക്കാൻ നേരല്ല. ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന, അത് കിട്ടാത്തോലും ആരുമില്ലല്ലോ. അതെങ്കിലും നമ്മൾ ദ്വാരക്കണം. അതിലെല്ലാം പെട്ടല്ലോ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന പെടാത്ത ഏതാണുള്ളത്? വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ സ്വലാത്തും ചൊല്ല ഹംദും ചൊല്ല കഴിഞ്ഞു. അത്രയും തിരക്കുണ്ടെങ്കിൽ ദുആ നമ്മൾ കുറച്ചെങ്കിലും നടത്തും. എപ്പോഴും ആ സുന്നത്ത് ഒരു നിസ്കാരം കഴിഞ്ഞിട്ടും ദ്വാരക്കാതെ പോയിട്ടില്ല, ദ്വാരന്നിട്ടുണ്ട്. ദിക്ർ ചൊല്ലാതെ പോയിട്ട് ദിക്ർ ചൊല്ലിയിട്ടുണ്ട്. എത്രമാത്രം ആ സുന്നത്തിനോട് താല്പര്യം കാണിച്ചത്. ഒരു അസ്ർ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ തന്നെ മിഹ്റാബിൽ നിന്ന് തങ്ങളൊരൊറ്റ പോക്ക് പോയി റൂമിലേക്ക്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, സ്വഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടു പോയി. നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ കഴിഞ്ഞു പോകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടി ഉടനെ പോയി. അപ്പൊ സ്വഹാബത്തൊക്കെ എന്താ സംഗതി, സാധാരണക്ക് എതിരാണല്ലോ. അപ്പൊ തങ്ങൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് അതേ സ്ഥലത്തിരുന്നിട്ട് ദിക്ർ ചൊല്ലി. ദ്വാരന്ന് കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് പോയപ്പോൾ നിങ്ങളെ മനസ്സിലൊക്കെ ഒരു ബേജാർ ഒടുങ്ങിയിട്ടുണ്ടാകും. അതൊന്നുമല്ല,
അവിടെ കിട്ടിയ ഒരു സക്കാത്തിന്റെ ചെറിയൊരു സ്വർണ്ണക്കട്ടി ഉണ്ടായിരുന്നു. അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പറയാൻ വേണ്ടി പോയതാണ്. നേരം വൈകണ്ടല്ലോ, അവർക്ക് കിട്ടുന്നവർക്ക് വൈകണ്ടല്ലോ എന്ന് കരുതിയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖൈറിലേക്കുള്ള മുന്നോക്കാണത്. അവർക്കത് വേഗം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് അത് പറയാൻ വേണ്ടി പോയതാണ്. തങ്ങൾ തിരിച്ചു വന്നിരുന്ന് ദിക്റിൽ മുഴുകി. അത് നമ്മളെപ്പോഴും കാണണം. ദിക്ർ ഒഴിവാക്കരുത്. നിസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്റൊന്നും ഒഴിവാക്കരുത്. വളരെ ശ്രേഷ്ഠമായ ദിക്ർ. തിരക്കുണ്ടെങ്കിൽ പോയിക്കോളൂ. പോകുന്ന പോക്കിൽ ആ ദിക്ർ അങ്ങനെ ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അൽ ഖദീം അൽ കരീം തൊട്ട് തുടങ്ങുന്ന ദിക്ർ അങ്ങനെ ചൊല്ലാം. തസ്ബീഹും തക്ബീറും ഹംദും ചൊല്ലി തഹ്ലീലും ചൊല്ലിയിട്ട് അങ്ങനെ പോകുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു ദിക്റും വിടരുത്, ഒരു സുന്നത്തും വിടരുത്. അതിൻ്റെ ഒരു പ്രകാശം കൊണ്ടെങ്കിലും നമുക്ക് വലിയ സലാമത്ത് കിട്ടണം. ആ ഒരു അമലിൻ്റെ തിളക്കം കൊണ്ടെങ്കിലും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജിവാർ ലഭിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവിടെയാണ് നമ്മൾ എത്തിയത്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് പറയും. ബാക്കി ഇനി അടുത്ത ഒരു സെക്ഷൻ വരുന്നത് അസ്ഹാബുൽ യമീനെ പറ്റിയാണ്. അത് നമുക്ക് പറയണം. നന്നായി പഠിക്കാനും ഒരുപാട് വിഷയങ്ങൾ ഗ്രഹിക്കാനും ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ സദസ്സ് അള്ളാഹു ഖബൂലാക്കി തരുമാറാകട്ടെ. നമ്മൾ ഈ പറഞ്ഞതും ഈ ഉൾക്കൊണ്ടതുമെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടു നടക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.